aspirants, welcome to Battle of IAS. ഇന്ന് നമ്മൾ ഇന്ത്യൻ പോളിറ്റി ലക്ഷ്മികാന്തിന്റെ 9th ലെക്ചർ സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് ചാപ്റ്റർ 7 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പാർട്ട് 3 ആർട്ടിക്കിൾ 12 to 35 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിൾ അടങ്ങുന്ന ഒരു ഭാഗമാണ്. ഫ്രെയിമേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ ഒരു ഐഡിയ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന ഐഡിയ കൊണ്ടുവന്നത് USA ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 3 മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുക. മാഗ്ന കാർട്ട എന്ന് പറഞ്ഞാൽ അറിയാം, ആദ്യമായിട്ട് റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ഐഡിയ കൊണ്ടുവന്ന ഒരു കാര്യമാണ് മാഗ്ന കാർട്ട. 1215 കിങ് ജോൺ ഓഫ് ഇംഗ്ലണ്ട് സൈൻ ചെയ്തൊരു കാര്യമാണ്, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഈ മാഗ്ന കാർട്ട എല്ലാം ഉണ്ടായി കഴിഞ്ഞ് പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം 1776 USA അമേരിക്ക എന്ന് പറയുന്ന വലിയൊരു രാജ്യം ഉണ്ടാകുന്നത്. അപ്പൊ ഈ ഒരു രാജ്യം ഉണ്ടായപ്പോൾ അവരെന്ത് ചെയ്തു, അവരൊരു കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി. ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ് ചെയ്തപ്പോൾ അവർ ഒരുപാട് ക്രിറ്റിസിസം നേരിട്ടു. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഗവൺമെന്റിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് മാത്രമാണ് പറഞ്ഞത്, എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ല. അതായത് ഗവൺമെന്റിന് മേലെ എന്ത് ലിമിറ്റേഷൻ ഉണ്ടോ എന്നുള്ള കാര്യം കോൺസ്റ്റിറ്റ്യൂഷനിൽ എങ്ങും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതിനെ തുടർന്നാണ് ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു പാർട്ട് ആഡ് ചെയ്യപ്പെടുന്നത്. ഈ ബിൽ ഓഫ് റൈറ്റ്സ് വന്നതോടുകൂടി റൈറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു എലമെന്റിന് വലിയൊരു സ്ഥാനം വന്നു. അതോടെ ഗവൺമെന്റിന്റെ പവറിൽ എന്തൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ടെന്നും അതിൽ പറഞ്ഞു. ഈ ബിൽ ഓഫ് റൈറ്റ്സിലെ ആദ്യത്തെ 10 അമെന്റ്മെന്റുകളിൽ നിന്നാണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടാവുന്നത്. അപ്പൊ ഇന്ത്യയിലെ ജനങ്ങളുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള റൈറ്റ്സിനെ പറ്റി പ്രകീർത്തിക്കുന്ന ഒരു ചാപ്റ്റർ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്തെ നമ്മൾ മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുക. എന്താണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് വെച്ചാൽ, ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നാൽ ഹ്യൂമൻ എക്സിസ്റ്റൻസിനെ എൻഷുർ ചെയ്യുന്ന ചില റൈറ്റ്സ് ആണ്. എന്തുകൊണ്ടാണ് ഇത് ഹ്യൂമൻ എക്സിസ്റ്റൻസിനെ എൻഷുർ ചെയ്യുന്നത് പറയുന്നത് വെച്ചാൽ, നമുക്ക് നമ്മുടെ ഹിസ്റ്ററിയിൽ തന്നെ നോക്കിയാലും മനേകാ ഗാന്ധി കേസൊക്കെ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും മനസ്സിലാകുന്ന കുറച്ച് കാര്യങ്ങളാണിത്. അന്ന് സുപ്രീം കോർട്ട് ഇതിനെപ്പറ്റി പറഞ്ഞത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ 21 ആ ആർട്ടിക്കിൾ എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാകും. അത് എൻഷുർ ചെയ്യുന്ന ജസ്റ്റ് റൈറ്റ് മാത്രമല്ല, ലൈഫ് എന്നത് നമുക്ക് ഒരുപാട് ചോയ്സുകളും ഡിഗ്നിറ്റിയും എല്ലാം ഒരുമിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കേണ്ട ഒന്നാണെന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് ഇത് ഹ്യൂമൻ എക്സിസ്റ്റൻസിനെ എൻഷുർ ചെയ്യുന്ന ഒരു കാര്യമാണെന്ന്. നമ്മൾ USA നിന്നും ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടാക്കിയതെങ്കിൽ പോലും ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളും USA ഉൾപ്പെടെയുള്ള മറ്റെല്ലാ രാജ്യങ്ങളുടെയും കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് വളരെ ഇലാബറേറ്റ് ആയ ഒന്നാന്ന് കാണാൻ പറ്റും. നമ്മൾ പാർട്ട് 3 പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് വളരെയേറെ ലോങ് ആൻഡ് കോംപ്രഹെൻസീവ് ആയിട്ടുള്ള കുറെ ജസ്റ്റിഷ്യബിൾ ആയിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ജസ്റ്റിഷ്യബിൾ ആണ്. അത് മാത്രമല്ല ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് എല്ലാം കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി ചെയ്യുന്ന ഒന്നുകൂടിയാണ്. സോ ഇറ്റ് ഈസ് ജസ്റ്റിഷ്യബിൾ ആൻഡ് ഗ്യാരണ്ടീഡ്. ഫണ്ടമെന്റൽ റൈറ്റ്സിലൂടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇവിടുത്തെ ജനങ്ങൾക്ക് എല്ലാ ഇൻഡിവിജ്വൽസിന് ഇടയ്ക്ക് ഇക്വാലിറ്റി, എല്ലാ വ്യക്തികളുടെയും ഡിഗ്നിറ്റി, അതേപോലെ വലിയ പബ്ലിക് ഇൻട്രസ്റ്റ്, അതേപോലെ രാജ്യത്തിന്റെ യൂണിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉയർത്തിക്കാട്ടുന്നുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ശരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്തത് തന്നെ ഇവിടുത്തെ ഒരു പൊളിറ്റിക്കൽ ഡെമോക്രസി എന്ന് പറയുന്ന ആ ഒരു ഐഡിയനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ കാര്യങ്ങളൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ എൻഷുർ ചെയ്തതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സ്വേച്ഛാധിപത്യ ഭരണമോ അല്ലെങ്കിൽ ഒരു ഓതറിറ്റേറിയൻ ആയിട്ടുള്ള ഒരു ഭരണമോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. ഇവിടെയുള്ള ആളുകളുടെ എല്ലാവരുടെയും ലിബർട്ടിയും ഫ്രീഡവും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇവിടുത്തെ എക്സിക്യൂട്ടീവിന്റെയും ലെജിസ്ലേച്ചറിന്റെയും ഒക്കെ മേലെ കുറെ ലിമിറ്റേഷൻസ് സെറ്റ് ചെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റ് ഓഫ് ലോസ് ആണ്, അതായത് ആളുകളുടെ തീരുമാനത്തിനനുസരിച്ചല്ല നിയമത്തിനനുസരിച്ചാണ് ഇവിടുത്തെ ഗവൺമെന്റ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഒരു എയിമോട് കൂടിയാണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇതിനെ എന്തുകൊണ്ടാണ് ഇനി ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് വിളിക്കുന്നത് വെച്ചാൽ, ഇത് ഈ ലാൻഡിന്റെ ഫണ്ടമെന്റൽ ലോ ആണ്. ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ഫണ്ടമെന്റൽ ലോ ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അത് കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി ചെയ്യുന്നുമുണ്ട്, പ്രൊട്ടക്ട് ചെയ്യുന്നുമുണ്ട്. അവർ ഫണ്ടമെന്റൽ ആകുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇവിടുത്തെ ഓരോ ഇൻഡിവിജ്വലിന്റെയും മെറ്റീരിയലിസ്റ്റിക് ആയ, ഇന്റലക്ച്വൽ ആയ, മോറൽ ആയ, സ്പിരിച്വൽ ആയ അങ്ങനെയുള്ള ഓൾറൗണ്ട് ഡെവലപ്മെന്റും ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ഉന്നം വെക്കുന്നുണ്ട്. ഇനി നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒറിജിനലായിട്ടും കോൺസ്റ്റിറ്റ്യൂഷൻ 7 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിരുന്നു അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. അത് ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ റൈറ്റ് ടു ഈക്വാലിറ്റി, അതിലൂടെ സമത്വം ഉറപ്പാക്കുന്നു. രണ്ടാമത്തത് റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നു. അത് ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ്. അതിനുശേഷം 23ഉം 24ഉം ആർട്ടിക്കിളുകൾ എക്സ്പ്ലോയിറ്റേഷനെതിരെയുള്ള റൈറ്റ്സ് ആണ്, ചൂഷണത്തിനെതിരെയുള്ള റൈറ്റ്സ്. അതിനുശേഷം 25 മുതൽ 28 വരെയുള്ള റൈറ്റ്സ് എന്ന് പറയുന്നത് ഫ്രീഡം ഓഫ് റിലീജിയൻ ആണ്. ഓരോ വ്യക്തിക്കും അവന് ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനും അതിനനുസരിച്ച് ജീവിക്കാനുമുള്ള അവകാശം ഈ റൈറ്റ്സിലൂടെ ലഭിക്കുന്നു.
അടുത്ത ആർട്ടിക്കിൾ 29, 30 കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ആണ് നമുക്ക് എൻഷുർ ചെയ്യുന്നത്. അതായത് വിദ്യാഭ്യാസപരമായും കൾച്ചറൽ ആയിട്ടുള്ള റൈറ്റ്സ് ഒക്കെ. ആർട്ടിക്കിൾ 31 പറഞ്ഞിട്ടുണ്ടായിരുന്ന സ്വത്ത് അവകാശമായിരുന്നു, റൈറ്റ് ടു പ്രോപ്പർട്ടി. ആർട്ടിക്കിൾ 32 പറഞ്ഞിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ്. അപ്പം ഇത്രയും ആർട്ടിക്കിളുകളായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ പറഞ്ഞ 7 ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പിന്നീട് 44ാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് 1978 വന്നപ്പോൾ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിന്നും ഡിലീറ്റ് ചെയ്ത് അതിനെ ഒരു ലീഗൽ റൈറ്റ് ആക്കി മാറ്റി. അതിനെ പാർട്ട് 12 ആർട്ടിക്കിൾ 300A ആയിട്ടാണ് ഇപ്പൊ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ അറ്റ് പ്രസന്റ് നമുക്ക് 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണുള്ളത്. റൈറ്റ് ടു പ്രോപ്പർട്ടി ഇപ്പൊ അതിലില്ല. ഇനി നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എൻഷുർ ചെയ്യുന്ന ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ഫീച്ചർ, ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നത് ആരെ ഉദ്ദേശിച്ചാണെന്നുള്ളതാണ്. ചില ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇവിടുത്തെ സിറ്റിസൺസിന് മാത്രം അവൈലബിൾ ആയിട്ടുള്ളതാണ്. എന്നാൽ ചിലവ സിറ്റിസൺസിനും ഫോറിനേഴ്സിനും ഈ കോർപ്പറേഷനും കമ്പനികളും പോലുള്ള ലീഗൽ പേഴ്സൺസിനും ഒക്കെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള റൈറ്റ്സ് ആണ്. രണ്ടാമത്തെ കാര്യം, ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഒരിക്കലും അബ്സല്യൂട്ട് അല്ല, പക്ഷെ ക്വാളിഫൈഡ് ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ലംഘിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിയമപരമായിട്ട് അതിനെ നേടിയെടുക്കാൻ പറ്റും. പക്ഷേ ചില സാഹചര്യങ്ങളിൽ അതിന്റെ മേലെ റീസണബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാൻ സ്റ്റേറ്റിന് അവകാശമുണ്ട്. അത്തരത്തിൽ കൊണ്ടുവരുന്ന റെസ്ട്രിക്ഷൻസ് റീസണബിൾ ആണോ അല്ലയോ എന്നുള്ള കാര്യം തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ കോടതികളാണ്. അങ്ങനെ ഈ ഒരു റെസ്ട്രിക്ഷനും കൂടി ഇതിൽ കൊണ്ടുവന്നതോടുകൂടി ഇൻഡിവിജ്വലിന്റെ റൈറ്റ്സിനും സൊസൈറ്റിയുടെ മൊത്തത്തിലുള്ള റൈറ്റ്സും തമ്മിലൊരു ബാലൻസ് ആണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഇൻഡിവിജ്വൽ ലിബർട്ടിയും സോഷ്യൽ കൺട്രോളും ഒന്നിച്ച് നിലനിർത്താൻ വേണ്ടി ഈ ഒരു റെസ്ട്രിക്ഷൻ സഹായിക്കുന്നു. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് എല്ലാം തന്നെ സ്റ്റേറ്റിന്റെ ഏകപക്ഷീയമായുള്ള തീരുമാനങ്ങൾക്ക് എതിരെ നിൽക്കുന്നവയാണ്. ചിലത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനും ഇതേപോലെ ആപ്ലിക്കബിൾ ആണ്. ഇതിൽ ചില പ്രൊവിഷൻസ് എടുത്ത് നോക്കിയാൽ നമുക്ക് അത് ക്യാരക്ടർ വൈസ് അത് നെഗറ്റീവ് ക്യാരക്ടർ ഉള്ളതാണെന്ന് പറയാം. കാരണം ഇത് സ്റ്റേറ്റിന്റെ അതോറിറ്റിയുടെ മേലെ ഒരുപാട് ലിമിറ്റേഷൻസ് വെക്കുന്നുണ്ട്. എന്നാൽ ചിലത് നോക്കിയാൽ അതൊരു പോസിറ്റീവ് നേച്ചർ ഉള്ളതാണെന്ന് പറയാൻ പറ്റും. കാരണം വ്യക്തികൾക്ക് കുറെ പ്രിവിലേജസ് ഇത് ഓഫർ ചെയ്യുന്നുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നത് ജസ്റ്റീഷ്യബിൾ ആണെന്നുള്ളതാണ് നമ്മൾ മുൻപ് തന്നെ ഡിസ്കസ് ചെയ്തതാണ്. ജസ്റ്റീഷ്യബിൾ എന്താണ്? അത് വയലേറ്റ് ചെയ്യപ്പെട്ടാൽ ആളുകൾക്ക് അവരുടെ അവകാശങ്ങൾ കോടതിയിൽ നിന്നും നേരിട്ട് പോയി വാങ്ങാൻ സാധിക്കും. മാത്രമല്ല അത്തരത്തിൽ പോകുമ്പോൾ ഒരിക്കലും ഒരു ഹൈക്കോർട്ടിലോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. സുപ്രീം കോർട്ടാണ് ഇതിനെ ഡിഫെൻഡ് ചെയ്യുകയും ഗ്യാരണ്ടി ചെയ്യുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിക്കും അവരുടെ ഫണ്ടമെന്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്യപ്പെട്ടാൽ ഡയറക്റ്റ് ആയിട്ട് സുപ്രീം കോർട്ടിനെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കും. മറ്റൊരു കാര്യം, ഈ നമ്മൾ പറഞ്ഞ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒന്നും അത്ര അലംഘനീയമായതോ അല്ലെങ്കിൽ പെർമനന്റ് ആയതോ അല്ല. പാർലമെന്റിന് ഇതിനെ കേർട്ടൈൽ ചെയ്യുകയോ റിപ്പീൽ ചെയ്യുകയോ ചെയ്യാൻ പറ്റും. പക്ഷേ സാധാരണ ഓർഡിനറി ആക്ട് വെച്ച് അത് ചെയ്യാൻ പറ്റില്ല. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ടിലൂടെ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നെങ്കിൽ പോലും അത് ഒരിക്കലും കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാനേ പാടില്ല എന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ അമെന്റബിലിറ്റിയെ പറ്റിയിട്ട് നമ്മൾ മുൻപോട്ട് വരുമ്പോൾ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. മറ്റൊരു കാര്യം, രാജ്യത്ത് നാഷണൽ എമർജൻസി നിലനിൽക്കുന്ന സമയത്ത് ആർട്ടിക്കിൾ 20ഉം 21ഉം അല്ലാത്ത മറ്റെല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ സസ്പെൻഡ് ചെയ്യാൻ സാധിക്കും. ആർട്ടിക്കിൾ 19ന്റെ കാര്യത്തിൽ മാത്രം ഇതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് ഇന്റേണൽ എമർജൻസി മൂലമാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നതെങ്കിൽ ഒരിക്കലും ആർട്ടിക്കിൾ 19ന്റെ പറഞ്ഞിരിക്കുന്ന 6 റൈറ്റ്സിനെ ഒരിക്കലും സസ്പെൻഡ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ അതൊരു എക്സ്റ്റേണൽ എമർജൻസിയാണ്. അതായത് ഒരു എക്സ്റ്റേണൽ അഗ്രഷൻ കൊണ്ടോ അല്ലെങ്കിൽ യുദ്ധം നടക്കുന്നത് കൊണ്ടോ വരുന്ന എമർജൻസി ആണെങ്കിൽ ആർട്ടിക്കിൾ 19ൽ പറഞ്ഞിരിക്കുന്ന റൈറ്റ്സിനെയും സസ്പെൻഡ് ചെയ്യാൻ സാധിക്കും. മുൻപോട്ട് വരുന്ന ലെക്ചറുകളിൽ നമ്മൾ ഈ എമർജൻസീസിന്റെ ടൈപ്പും അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് എങ്ങനെയാണ് ആ സമയത്ത് സസ്പെൻഡ് ആകുന്നത് എന്നുള്ളത് നമ്മൾ കാണുന്നതായിരിക്കും. ഇനി ഇവയ്ക്ക് മേലെ വരുന്ന കുറച്ച് ലിമിറ്റേഷൻസ് ആണ് ആർട്ടിക്കിൾ 31A, 31B ആൻഡ് 31C ഇത് മൂന്നും ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 33 ആണ്. അതായത് ആംഡ് ഫോഴ്സസ്, പാരാമിലിറ്ററി ഫോഴ്സസ്, പോലീസ് ഫോഴ്സസ്, ഇന്റലിജൻസ് ഏജൻസീസ്, അതേപോലത്തെ അനലോഗ സർവീസസിന്റെ ഒക്കെ മേലെ ഇത്തരത്തിലുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ആപ്ലിക്കേഷൻ റെസ്ട്രിക്ട് ചെയ്യാനും അബ്രോഗേറ്റ് ചെയ്യാനും പാർലമെന്റിന് സാധിക്കും. അടുത്തത് ആർട്ടിക്കിൾ 34 ആണ്. ആർട്ടിക്കിൾ 34 ഏറെക്കുറെ നാഷണൽ എമർജൻസിയുടെ സിമിലർ ആയിട്ടൊരു കാര്യമാണ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. അതായത് എന്തെങ്കിലും ഒരു അബ്നോർമൽ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ മിലിറ്ററി റൂൾ ഇവിടെ വരികയാണെങ്കിൽ ഈ പറഞ്ഞ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ആപ്ലിക്കേഷനെ റെസ്ട്രിക്ട് ചെയ്യാൻ സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് നാഷണൽ എമർജൻസി ഇമ്പോസിഷൻ അല്ല. പക്ഷേ അതിനോട് സിമിലർ ആയിട്ട് ഇവിടുത്തെ ഓർഡർ റിസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ചില അവസരങ്ങളിൽ മിലിറ്ററി റൂൾ കൊണ്ടുവരുമ്പോഴുള്ള കാര്യമാണ്. അടുത്തത് ആർട്ടിക്കിൾ 35 ആണ്. ഈ ആർട്ടിക്കിൾ പറയുന്നത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിലെ മോസ്റ്റ് ഓഫ് ദ പ്രൊവിഷൻസും ഡയറക്ട്ലി എൻഫോഴ്സബിൾ ആണ്. അതായത് അതെല്ലാം സെൽഫ് എക്സിക്യൂട്ടറി ആണ്.
എന്നാൽ അവയിൽ ചിലത് മാത്രം ഇതിനു വേണ്ടി പ്രത്യേകമായിട്ടുണ്ടാക്കിയ നിയമത്തിന്റെ ബേസിസിൽ മാത്രം എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും. അങ്ങനെയുള്ള നിയമങ്ങൾ ഉണ്ടാക്കുന്നത് പാർലമെന്റ് ആയിരിക്കും. ഒരിക്കലും സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സിന് ഇത് ചെയ്യാൻ പറ്റില്ല. കാരണം ത്രൂ ഔട്ട് ദ കൺട്രി അത് ഒരേപോലെ വേണ്ടത് കൊണ്ടാണ്. സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സ്റ്റേറ്റിനും അത് ഡിഫറെന്റ് ആയി പോകും. അതുകൊണ്ട് തന്നെ ഇത് പാർലമെന്റ് ആണ് ഇത്തരത്തിലുള്ള ലോസ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഫീച്ചേഴ്സ്. ഇനി നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സിലെ ഓരോ ആർട്ടിക്കിളുകളും എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ആർട്ടിക്കിൾ 12 ആണ്. ആർട്ടിക്കിൾ 12 പറയുന്നത് ഡെഫിനേഷൻ ഓഫ് സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റിന്റെ ഡെഫിനേഷൻ എന്താണെന്നുള്ളതാണ്. അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ സ്റ്റേറ്റ് എന്ന ഒരു ടേമിനെ തന്നെ പല പ്രൊവിഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 12 ഈ പറയുന്ന സ്റ്റേറ്റ് എന്താണ് എന്നുള്ളതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. സ്റ്റേറ്റ് എന്ന് പറയുന്നതിൽ 4 തരം കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗവൺമെന്റ് ആൻഡ് പാർലമെന്റ് ഓഫ് ഇന്ത്യ, അതായത് യൂണിയൻ ഗവൺമെന്റിന്റെ എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേറ്റീവ് ഓർഗൻസിനെ നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റേറ്റുകളുടെ ലെജിസ്ലേച്ചർ ആൻഡ് ഗവൺമെന്റ്, അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേറ്റീവ് ഓർഗൻസ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലോക്കൽ അതോറിറ്റീസ് ആണ്, അതായത് മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് ബോർഡ്, ഇംപ്രൂവ്മെന്റ് ട്രസ്റ്റ് തുടങ്ങിയ അതോറിറ്റീസ് ഒക്കെ. നാലാമത്തെ സ്റ്റേറ്റ് എന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാക്കി എല്ലാ തരത്തിലുള്ള അതോറിറ്റീസ്, അതായത് സ്റ്റാറ്റ്യൂട്ടറിയും നോൺ സ്റ്റാറ്റ്യൂട്ടറിയും ആയിട്ടുള്ള കുറെ അതോറിറ്റീസ് ഉണ്ട്. ലൈക്ക് LIC, ONGC, സെയിൽ, അങ്ങനെയുള്ളവരൊക്കെയാണ്. അപ്പം ഈ പറഞ്ഞ 4 കാറ്റഗറിയിൽ പെടുന്ന എല്ലാ ഓർഗൻസിനെയും അതോറിറ്റീസിനെയും നമ്മൾ സ്റ്റേറ്റ് എന്ന ഡെഫിനേഷന് ഉള്ളിൽ വരുന്നതാണ്. അപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ സ്റ്റേറ്റ് എന്ന് പറയുന്നതിനെ ഇത്രയും വൈഡർ ആയിട്ടൊരു സെൻസിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ ഏത് ഏജൻസീസിന്റെ ആക്ഷൻ മൂലം ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്താലും നമുക്ക് കോർട്ടിൽ ഇതൊക്കെ ചലഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 12 വഴി പറഞ്ഞ ഡെഫിനേഷൻ ഇതാണ്. ഇതിനോടൊപ്പം സുപ്രീം കോർട്ട് ഇതിനൊരു ക്ലാരിഫിക്കേഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റേറ്റിന് ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന പ്രൈവറ്റ് ബോഡീസും ഏജൻസീസും, അതിപ്പോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡെഫിനേഷനിൽ നമ്മൾ പറയുന്നില്ലെങ്കിൽ പോലും അതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന ഏജൻസികളും പ്രൈവറ്റ് ബോഡികളെയും എല്ലാം ഈ ആർട്ടിക്കിൾ 12 സ്റ്റേറ്റ് എന്ന മീനിങ്ങിനുള്ളിൽ ഉൾപ്പെടും എന്ന് സുപ്രീം കോർട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് കിടക്കാം. ആർട്ടിക്കിൾ 13. ആർട്ടിക്കിൾ 13 പറഞ്ഞിരിക്കുന്നത് ഏതൊരു നിയമം, ഏതൊരു ലോ ഉണ്ടാക്കുമ്പോഴും അത് ഫണ്ടമെന്റൽ റൈറ്റ്സുമായിട്ട് ഇൻകൺസിസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ അതിനൊരു ചേർച്ചയില്ലാതെ പൊരുത്തമില്ലാതെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു നിയമം പിന്നെ നിലനിൽക്കില്ല, അതിനെ നള്ളാക്കി കളയും, നള്ളിഫൈ ചെയ്ത് കളയുന്നതാണ്. സോ ഈ ഒരു ആർട്ടിക്കിൾ ജുഡീഷ്യൽ റിവ്യൂ എന്നതിന്റെ പവർ എന്താണെന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നു. അപ്പോ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കോൺട്രവെയിൻ ചെയ്യുന്ന നിലയിൽ ഏതെങ്കിലും ഒരു ലോ വരികയാണെങ്കിൽ സുപ്രീം കോർട്ടിന് ആർട്ടിക്കിൾ 32 എന്ന പവറും ഹൈക്കോർട്ടിന് ആർട്ടിക്കിൾ 226 എന്ന പവറും ഉപയോഗിച്ചുകൊണ്ട് ആ ലോയെ അൺകോൺസ്റ്റിറ്റ്യൂഷനും ഇൻവാലിഡുമായിട്ട് പ്രഖ്യാപിക്കാൻ സാധിക്കും. മുൻപ് നമ്മൾ സ്റ്റേറ്റ് എന്ന വാക്കിന് പലതരത്തിലുള്ള വളരെ വൈഡ് സെൻസിലുള്ള അർത്ഥങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ലോ എന്ന വാക്കിന്റെ കൊണോട്ടേഷൻസ്, അത്ര വൈഡ് ആയിട്ടുള്ള ആ വ്യംഗ്യാർത്ഥങ്ങൾ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ലോ എന്നതിനകത്ത് ഉദ്ദേശിക്കുന്നത് പാർലമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ ഇനാക്ട് ചെയ്യുന്ന പെർമനന്റ് ആയിട്ടുള്ള ലോസ് ഈ ലോ എന്ന ടേമിനുള്ളിൽ വരുന്നതാണ്. രണ്ടാമത്തെ കാര്യം, പ്രസിഡന്റോ സ്റ്റേറ്റ് ഗവർണേഴ്സോ ഇഷ്യൂ ചെയ്യുന്ന ഓർഡിനൻസ് പോലുള്ള ടെമ്പററി ലോസും ലോ എന്ന ടേമിൽ ഇൻക്ലൂഡഡ് ആണ്. മൂന്നാമത്തെ കാര്യം, സ്റ്റാറ്റ്യൂട്ടറി ഇൻസ്ട്രുമെന്റ്സ് ആണ്, അതായത് ഓർഡർ, ബൈലോസ്, റൂൾസ്, റെഗുലേഷൻസ്, നോട്ടിഫിക്കേഷൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ ലോ എന്ന ടേമിൽ വരും. നാലാമത്തെ കാര്യം, നോൺ ലെജിസ്ലേറ്റീവ് സോഴ്സ് ഓഫ് ലോ ആണ്. അപ്പൊ ലോ എന്ന വാക്കിന് തന്നെ വളരെ വൈഡ് ആയിട്ടുള്ള കൊണോട്ടേഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ലെജിസ്ലേഷൻ മാത്രമല്ല ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്ക് കോർട്ടിനെ സമീപിക്കാൻ സാധിക്കും. ഈ പറഞ്ഞ 4 കാറ്റഗറിയിൽ വരുന്ന ഏതൊരു കാര്യം ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്താലും അതിനെ നൾ ആൻഡ് വോയിഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ സാധിക്കും. ഇതോടൊപ്പം ആർട്ടിക്കിൾ 13 ഒരു കാര്യം കൂടി ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ലോ അല്ല, അതുകൊണ്ട് തന്നെ അതിനെ ചലഞ്ച് ചെയ്യാൻ പറ്റില്ല എന്ന്. എങ്കിൽ പോലും 1973 കേശവാനന്ദ ഭാരതി കേസ് സുപ്രീം കോർട്ടിൽ വന്നതോടുകൂടി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റിനെ ചലഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ചലഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ അമെന്റ്മെന്റ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമായിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെ വയലേറ്റ് ചെയ്യുന്നതാണ് അമെന്റ്മെന്റ് എങ്കിൽ തീർച്ചയായിട്ടും അതിനെ നമുക്ക് ചലഞ്ച് ചെയ്യുകയും അതിനെ വോയിഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാനും സാധിക്കും. അപ്പൊ ഇപ്പൊ പറഞ്ഞ 12, 13 എന്നീ ആർട്ടിക്കിളിലൂടെ നമുക്ക് ലോ എന്താണ്, സ്റ്റേറ്റ് എന്താണ് എന്നൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാകും. ഇനി നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിളുകൾ നോക്കാം. ഫസ്റ്റ് പറയുന്നത് റൈറ്റ് ടു ഇക്വാലിറ്റി ആണ്, സമത്വത്തിനുള്ള അവകാശം.
അത് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് 14 മുതൽ 18 വരെയുള്ള ആർട്ടിക്കിളുകളിലാണ്. അതിൽ ആദ്യത്തെ ആർട്ടിക്കിളായ ആർട്ടിക്കിൾ 14 നമുക്ക് ഫസ്റ്റ് നോക്കാം. ആർട്ടിക്കിൾ 14 പറഞ്ഞിരിക്കുന്നത് ഇക്വാളിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോസ് എന്നാണ്. ഇക്വാളിറ്റി ബിഫോർ ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? നിയമത്തിന് മുമ്പിൽ വരുന്ന എല്ലാവരും തുല്യരാണ്. അതേപോലെ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ, വരുന്ന എല്ലാ വ്യക്തികൾക്കും തുല്യമായി നിയമത്തെ പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടിരിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. അതേപോലെ തന്നെ പഠിക്കുക ഇക്വാളിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. അപ്പൊ ആർട്ടിക്കിൾ 14 എൻഷുർ ചെയ്യുന്നത് സ്റ്റേറ്റ് ഒരിക്കലും ഇന്ത്യൻ ടെറിട്ടറിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ പറഞ്ഞ ഒരു വ്യക്തിക്ക് വേണ്ട ഇക്വാളിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന ആ ഒരു കാര്യത്തെ ഡിനൈ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. സ്റ്റേറ്റ് തീർച്ചയായിട്ടും ആ ഒരു കാര്യം ആ വരുന്ന വ്യക്തിക്ക് സാധിച്ചു കൊടുത്തിരിക്കണം. ഈ പറഞ്ഞ ആർട്ടിക്കിൾ 14 റൈറ്റ് ജസ്റ്റ് നമ്മുടെ സിറ്റിസൺസിന് മാത്രമല്ല, അത് ഇന്ത്യൻ ടെറിട്ടറിക്കുള്ളിൽ നിൽക്കുന്ന ഒരു ഫോറിനറിനും ഈ ഒരു അവകാശം ലഭിച്ചിരിക്കും. ഇതിൽ നമ്മൾ പേഴ്സൺ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ ലീഗൽ പേഴ്സൺസിനെയാണ്. അത് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ് ആവാം, കമ്പനീസ് ആവാം, രജിസ്റ്റേർഡ് സൊസൈറ്റീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു ലീഗൽ വ്യക്തിയും ഈ പറഞ്ഞ നിയമത്തിന് ഉള്ളിൽ വരും. അപ്പോൾ ഇന്ത്യൻ ടെറിട്ടറിക്കുള്ളിൽ നിൽക്കുന്ന ഇത്തരത്തിലുള്ള എല്ലാ വ്യക്തികൾക്കും ആർട്ടിക്കിൾ 14 അഷ്വേർഡ് ആണ്. ഇതിലെ ഇക്വാളിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത് ശരിക്കും ബ്രിട്ടീഷ് ഒറിജിൻ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഈ ഒരു കൺസെപ്റ്റിൽ പറയുന്നത് 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, ഒരു വ്യക്തിയുടെയും ഫേവറിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ പ്രിവിലേജസുകൾ കൊടുക്കാൻ പറ്റില്ല, എല്ലാവർക്കും തുല്യമായിട്ട് തന്നെ വേണം എന്നുള്ളത്. ഒരാൾക്കും ഒരു സ്പെഷ്യൽ പ്രിവിലേജും ഉണ്ടായിരിക്കില്ല. രണ്ടാമത്തെ കാര്യം, നിയമത്തിന് മുമ്പിൽ വരുന്ന എല്ലാ വ്യക്തികൾക്കും ഒരു വേർതിരിവുമില്ലാതെ എല്ലാ വ്യക്തികളും ഇവിടുത്തെ ഓർഡിനറി ലോ കോഡ് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ഈ ലാൻഡിന്റെ ഓർഡിനറി ലോയ്ക്ക് സബ്ജക്റ്റഡ് ആണ്. ഇവിടെ പറയുന്ന നിയമങ്ങൾ എല്ലാവരും ഒരേപോലെ പാലിച്ചേ പറ്റുകയുള്ളൂ. എല്ലാ നിയമ നടപടികളും എല്ലാവർക്കും തുല്യമായി തന്നെയായിരിക്കും ലഭിക്കുക. മൂന്നാമത്തെ കാര്യം, ലോയ്ക്ക് മുകളിൽ ഒരു വ്യക്തിയുമില്ല. അതിപ്പം റിച്ച് എന്നോ പുവർ എന്നോ ഹൈ എന്നോ ലോ എന്നോ ഒഫീഷ്യൽ നോൺ ഒഫീഷ്യൽ അങ്ങനെയുള്ള വേർതിരിവുകൾ ഒന്നുമില്ല. എല്ലാവരും ലോയ്ക്ക് സബ്ജക്റ്റഡ് ആണ്. നോ വൺ ഈസ് എബോവ് ദ ലോ. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഇക്വാളിറ്റി ബിഫോർ ലോ എന്ന ഒരു കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തെ കൺസെപ്റ്റ് ആയ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുന്നത് നമ്മൾ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തതാണ്. ഈ കാര്യവും 3 കാര്യങ്ങൾ തന്നെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ഈക്വൽ ആയിട്ടുള്ള സർക്കംസ്റ്റൻസിൽ ഈക്വൽ ട്രീറ്റ്മെന്റ് ലഭിച്ചിരിക്കണം. അതിവിടുത്തെ നിയമം ഇമ്പോസ് ചെയ്യുന്ന പ്രിവിലേജ് ആണെങ്കിലും ലയബിലിറ്റീസ് ആണെങ്കിലും നഷ്ടമാണെങ്കിലും ലാഭമാണെങ്കിലും എന്താണെങ്കിലും ഈക്വൽ സർക്കംസ്റ്റൻസിൽ എല്ലാവർക്കും ഈക്വൽ ആയ ട്രീറ്റ്മെന്റ് ആയിരിക്കണം ലഭിച്ചിട്ടുണ്ടാവുക. രണ്ടാമത്തെ കാര്യം, സിമിലർ സിറ്റുവേഷനിലുള്ള എല്ലാ വ്യക്തികൾക്കും സെയിം ലോസ് ഒരേപോലെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒരേ കാര്യത്തിന് 2 വ്യക്തികൾക്ക് 2 തരത്തിലുള്ള നിയമങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇനി ഒരേ നിയമമാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ പോലും അത് 2 തരത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. എല്ലാം ഒരേപോലെ 2 വ്യക്തികൾക്കും കിട്ടിയിരിക്കണം. അടുത്ത മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു ഡിസ്ക്രിമിനേഷനും കൂടാതെ എല്ലാവരെയും എലൈക്കായിട്ട് ഒരേപോലെ ട്രീറ്റ് ചെയ്യാൻ പറ്റണം. ഇതിൽ ഇക്വാളിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് കൺസെപ്റ്റ് ആണ്. കാരണം എല്ലാവർക്കും ഒരേപോലെയാണ് കിട്ടുന്നത്. അവിടെ ഡിസ്ക്രിമിനേഷൻ ഒന്നുമില്ല. അത് കേൾക്കുമ്പോൾ ഓക്കെ നല്ലതാണെന്ന് തോന്നിയാലും പക്ഷെ അതൊരു നെഗറ്റീവ് കൺസെപ്റ്റ് ആണ്. കാരണം ചില ആളുകൾക്ക് ചില സ്പെഷ്യൽ പ്രിവിലേജുകൾ കിട്ടണം, ഇല്ലെങ്കിൽ അവർക്ക് കൂടുതൽ കെയർ ചെയ്താൽ മാത്രമേ മറ്റുള്ളവർ ഒപ്പം എത്താൻ പറ്റുള്ളൂ. അപ്പൊ ഇക്വാളിറ്റി ബിഫോർ ലോ എന്ന് പറയുന്ന ആ ഒരു സെൻസിൽ നോക്കുമ്പോൾ അതൊരു നെഗറ്റീവ് കൺസെപ്റ്റ് ആണ്. എന്നാൽ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുന്നത് അതൊരു പോസിറ്റീവ് കൺസെപ്റ്റ് ആണ്. എല്ലാവർക്കും തുല്യമായിട്ട് നീതി ലഭിക്കുന്നു എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഇപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ചില ആളുകൾക്ക് പ്രിഫറൻസ് വേണം, അവിടെ ഡിസ്ക്രിമിനേഷൻ വേണം എന്ന് പറഞ്ഞത്. ഇപ്പൊ നമുക്ക് ഉദാഹരണത്തിന് എടുക്കാം, നമ്മുടെ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബുകൾക്ക് സ്പെഷ്യലായിട്ട് മറ്റുള്ളവരെക്കാട്ടിലും കൂടുതൽ പ്രിഫറൻസുകൾ പലതിനും കൊടുക്കാറുണ്ട്. വിമന് വേണ്ടിയിട്ട് കുറച്ച് പ്രിവിലേജസ് ഉണ്ട്, ജുവനൈലിന് കുറെ പ്രിവിലേജസ് ഉണ്ട്. അങ്ങനെ പല കാര്യത്തിലും പല ആളുകൾക്കും പ്രിവിലേജസ് ഉണ്ട്. അത് ശരിക്കും നോക്കുകയാണെങ്കിൽ എല്ലാവരെയും തുല്യമായി നോക്കുകയാണെങ്കിൽ അതൊരിക്കലും നമുക്കതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, അത് ഡിസ്ക്രിമിനേഷൻ ആണ്. പക്ഷെ ആ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരേപോലെയുള്ള വളർച്ചയ്ക്ക് ആവശ്യമായ ഒരു കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോർട്ട് പറഞ്ഞത് ഈക്വൽസിനെയും അൺഈക്വൽസിനെയും ഡിഫറെന്റ് ആയിട്ട് വേണം ട്രീറ്റ് ചെയ്യാൻ. ഈക്വൽസ് ഈക്വൽ ആയിട്ടും അൺഈക്വൽസ് അതായത് ഒരേപോലെയുള്ള ആളുകളെ വേണം ഒരേ രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി. അല്ലാതെ എല്ലാവർക്കും ഒരേ കാര്യം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരുടെയും ഡെവലപ്മെന്റ് സെയിം ആയിരിക്കില്ല. അങ്ങനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ തന്നെ അൺഈക്വൽ ആര് ഈക്വൽ എന്ന് ക്ലാസിഫൈ ചെയ്യുമ്പോൾ അത് ഒരിക്കലും ആർബിട്രറി ആവരുത്, ആർട്ടിഫിഷ്യൽ ആവരുത്, ഇവേസീവ് ആവരുത്. പകരം ഇതെന്താണ് ചെയ്യേണ്ടത്, വളരെ ഇന്റലിജിബിൾ ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ആൻഡ് സബ്സ്റ്റാൻഷ്യൽ ഡിസ്റ്റിങ്ഷൻ ആണ് അവിടെ ആവശ്യമുള്ളത്.
അടുത്ത നമുക്ക് നോക്കാനുള്ള റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിനെ പറ്റിയിട്ടാണ്. ഈ ഒരു വേർഡ് പ്രൊപ്പൗണ്ട് ചെയ്ത് ബ്രിട്ടീഷ് ജൂറിസ്റ്റ് ആയ A.V. ഡൈസി എന്ന് പറയുന്ന ആളാണ്. ശരിക്കും ഈ ഇക്വാളിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത് ഈ റൂൾ ഓഫ് ലോ കൺസെപ്റ്റിന്റെ ഒരു എലമെന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് എന്തൊക്കെയാണ് ഈ ഒരു റൂൾ ഓഫ് ലോ എന്ന കൺസെപ്റ്റിനുള്ളിൽ വരുന്നത്? അതിന് 3 ആസ്പെക്ട്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആർബിട്രറി പവറിന്റെ ആബ്സെൻസ് ആണ്. അതായത് തോന്നുന്ന പോലെ ഒരാളെ ശിക്ഷിക്കാൻ പാടില്ല, പകരം ഇവിടുത്തെ നിയമങ്ങൾ തെറ്റിക്കുമ്പോഴാണ് അവിടെ പണിഷ്മെന്റ് കിട്ടേണ്ടത്. ഒരു വ്യക്തിയെയും നിയമത്തിന് പുറമെ നിന്നുകൊണ്ട് ശിക്ഷിക്കാൻ പാടില്ല. ഒരാൾ നിയമം തെറ്റിക്കുന്നുണ്ടെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടണം. രണ്ടാമത്തെ കാര്യം ഇക്വാളിറ്റി ബിഫോർ ദ ലോ ആണ്. ഈ ഒരു എലമെന്റ് ആണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ഇക്വാളിറ്റി ബിഫോർ ലോ എന്ന് പറയുന്ന കണ്ടന്റ്. തേർഡ് തിങ്, ഒരു വ്യക്തിയുടെ റൈറ്റ്സിന്, അയാളുടെ അവകാശങ്ങളുടെ പ്രാമുഖ്യമാണ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എപ്പോഴും അവിടുത്തെ ഇൻഡിവിജ്വൽസിന്റെ റൈറ്റ്സിന്റെ റിസൾട്ട് ആയിരിക്കണം. അതായത് ഇവിടുത്തെ അല്ലാതെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നല്ല ഇൻഡിവിജ്വൽ റൈറ്റ്സ് ഉണ്ടാവേണ്ടത്. ഇൻഡിവിജ്വൽ റൈറ്റ്സ് എന്താണോ ആ റൈറ്റ്സിനെ ബേസ് ചെയ്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരിക്കുന്നത് എന്നാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ റൂൾ ഓഫ് ലോയുടെ 3 ആസ്പെക്ട്സിൽ ആദ്യത്തെ 2 കാര്യങ്ങളും ആർബിട്രറി പവറിന്റെ ആബ്സെൻസും ഇക്വാളിറ്റി ബിഫോർ ലോയും, ഇത് രണ്ടും നമ്മുടെ ഇന്ത്യൻ സിസ്റ്റത്തിൽ ആപ്ലിക്കബിൾ ആണ്. പക്ഷെ മൂന്നാമത്തെ കാര്യം നമ്മൾ ഇന്ത്യൻ സിസ്റ്റത്തിൽ അപ്ലൈ ചെയ്തിട്ടില്ല. ഇന്ത്യൻ സിസ്റ്റത്തിൽ ഇൻഡിവിജ്വൽ റൈറ്റ്സിന്റെ സോഴ്സ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. സുപ്രീം കോർട്ട് ഈ റൂൾ ഓഫ് ലോയെ ആർട്ടിക്കിൾ 14 കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് ഫീച്ചർ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അമെന്റ്മെന്റിലൂടെ ഡിസ്ട്രോയ് ചെയ്യാൻ സാധിക്കില്ല. ഇനി ഇതിൽ വരുന്ന ചില എക്സെപ്ഷൻസ് നമുക്ക് നോക്കാം. ഈ റൂൾ ഓഫ് ഇക്വാളിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത് ഒരിക്കലും അബ്സല്യൂട്ട് അല്ല. അതുകൊണ്ട് തന്നെ ഇതിൽ കുറെ കോൺസ്റ്റിറ്റ്യൂഷനിലും അല്ലാത്തതുമായ കുറച്ച് എക്സെപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് അങ്ങനത്തെ ഒരു എക്സെപ്ഷൻ പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 361 361 പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റിനും ഗവർണർ ഓഫ് സ്റ്റേറ്റ്സിനും കുറച്ച് ഇമ്മ്യൂണിറ്റീസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്നാണ്. ഫസ്റ്റ് വൺ, പ്രസിഡന്റ് അല്ലെങ്കിൽ ഗവർണർ ഒരിക്കലും അയാളുടെ പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസിന്റെ ഇടയ്ക്ക് വരുന്ന കാര്യങ്ങൾക്കൊന്നും തന്നെ കോർട്ടിൽ ആൻസറബിൾ അല്ല. ഡ്യൂട്ടിക്കിടയിൽ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അയാളുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ ഗവർണർ എന്നുള്ള സ്ഥാനത്ത് നിന്നുള്ള തീരുമാനങ്ങളാണ്. അത് അയാളുടെ ഡിസ്ക്രിപ്ഷൻ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ആൻസറബിൾ അല്ല. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിന്റെ ഈ ഓഫീസ് ടേമിന്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ പോലും ക്രിമിനൽ പ്രൊസീഡിങ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സാധിക്കില്ല. സിമിലർലി ഈ ഒരു ഓഫീസ് ടേമിൽ ഒരിക്കലും ഒരു കോർട്ടിനും പ്രസിഡന്റിനെയോ ഗവർണറെയോ അറസ്റ്റ് ചെയ്യാനോ ഇംപ്രിസൺ ചെയ്യാനോ വേണ്ടിയുള്ള പ്രോസസ്സുകൾ ചെയ്യാൻ പാടില്ല. മറ്റൊരു ഇമ്മ്യൂണിറ്റി ഉള്ളത്, ഈ പ്രസിഡന്റോ ഗവർണർമാരോ ആരെങ്കിലും അവര് ഈ ഓഫീസിലേക്ക് ചാർജ് എടുക്കുന്നതിന് മുൻപോ ശേഷമോ അയാളുടെ പേഴ്സണൽ കപ്പാസിറ്റിയിൽ നിന്നുകൊണ്ട് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഒരു തരത്തിലുള്ള സിവിൽ പ്രൊസീഡിങ്സും എടുക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു നോട്ടീസ് കൊടുക്കുകയും ആ നോട്ടീസ് അദ്ദേഹത്തിന് ഡെലിവർ ചെയ്ത് 2 മാസത്തെ ആ ഒരു പീരീഡ് എക്സ്പയർ ആവുകയും ചെയ്യണം. അതിനുശേഷം മാത്രമേ എന്തെങ്കിലും സിവിൽ പ്രൊസീഡിങ്സ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്തൊരു എക്സെപ്ഷനെ പറ്റി സംസാരിക്കുന്നത് ആർട്ടിക്കിൾ 361A ആണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് എയ്തർ ഹൗസ് ഓഫ് ദ പാർലമെന്റ് അല്ലെങ്കിൽ എയ്തർ ഹൗസ് ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഇവരുടെ പ്രൊസീഡിങ്സിനെ പറ്റിയിട്ട് ന്യൂസ് പേപ്പറിലോ റേഡിയോയിലോ ടെലിവിഷനിലോ എന്തെങ്കിലുമൊക്കെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു സിവിൽ അല്ലെങ്കിൽ ക്രിമിനൽ പ്രൊസീഡിംഗ് എടുക്കാൻ ഒരു പേഴ്സണും ലയബിൾ അല്ല എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്ത എക്സെപ്ഷൻ വരുന്നത് ആർട്ടിക്കിൾ 105 105 പറഞ്ഞിരിക്കുന്നത് പാർലമെന്റ് മെമ്പേഴ്സിനുള്ള ഒരു എക്സെപ്ഷൻ ആണ്. അവര് പാർലമെന്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മിറ്റിയിലോ അവർ ചെയ്ത വോട്ടുകൾക്കോ അല്ലെങ്കിൽ അവരവിടെ പറഞ്ഞ കാര്യങ്ങൾക്കോ പുറത്തു വരുമ്പോൾ അവർ കോർട്ടിനോട് ഒരു പ്രൊസീഡിങ്സിന് ലയബിൾ ആയിരിക്കുകയില്ല. ഈ സെയിം എക്സെപ്ഷന്റെ പ്രൊവിഷൻ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലെ മെമ്പേഴ്സിനും ആപ്ലിക്കബിൾ ആണ്. അതിനെപ്പറ്റി സംസാരിക്കുന്നതാണ് ആർട്ടിക്കിൾ 194. അടുത്തൊരു എക്സെപ്ഷൻ വന്നിരിക്കുന്നത് ആർട്ടിക്കിൾ 31C നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു ഫീച്ചേഴ്സിൽ 31C എക്സെപ്ഷൻ ഉണ്ടെന്നുള്ളത്. ഇത് ആർട്ടിക്കിൾ 39 റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊവിഷൻ ആണ്. ആർട്ടിക്കിൾ 39 എന്ന് പറയുന്നത് DPSP ആണ്. അപ്പൊ ഈ DPSP ഈ 39 ക്ലോസ് Bയും Cയിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ സ്റ്റേറ്റിന് കുറച്ച് ലോസ് ഉണ്ടാക്കാം എന്നാണ് ആർട്ടിക്കിൾ 31C പറയുന്നത്. 39 ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോസ് ഉണ്ടാക്കുന്നതിനെ പറ്റിയാണ് 31C പറയുന്നത്. ശരിക്കും ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ ആർട്ടിക്കിൾ 14 അത് വയലേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ സുപ്രീം കോർട്ട് ഇതിനെപ്പറ്റി പറഞ്ഞത് വെൻ ആർട്ടിക്കിൾ 31C കംസ് ഇൻ ആർട്ടിക്കിൾ 14 ഗോസ് ഔട്ട് എന്നാണ്. അടുത്തൊരു എക്സെപ്ഷൻ വരുന്നത് ഫോറിൻ റൂളേഴ്സ്, അംബാസിഡേഴ്സ്, ഡിപ്ലോമാറ്റ്സ് തുടങ്ങിയ ആളുകൾക്കാണ്. അവർക്കിവിടെ ക്രിമിനൽ ആൻഡ് സിവിൽ പ്രൊസീഡിങ്സിൽ നിന്നും ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
നെക്സ്റ്റ് വരുന്നത് UNOയ്ക്കും അതിന്റെ ഏജൻസിക്കും ഇതേ ഈ പറഞ്ഞ പോലെ തന്നെ ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഈ പോയിന്റ്സ് ആണ് ആർട്ടിക്കിൾ 14 വരുന്ന കുറച്ച് എക്സെപ്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് കിടക്കാം. ആർട്ടിക്കിൾ 15 ആണ്. ഈ ആർട്ടിക്കിൾ സ്റ്റേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിസ്ക്രിമിനേറ്റ് അഗൈൻസ്റ്റ് എനി സിറ്റിസൺ ഓൺ ഗ്രൗണ്ട്സ് ഓൺലി ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്. ഇതിൽ നമ്മൾ രണ്ട് വാക്കുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. ഒന്ന് ഡിസ്ക്രിമിനേഷൻ, മറ്റൊന്ന് ഓൺലി. ഇതിൽ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് ഒരാളെ മറ്റൊരാളിൽ നിന്നും എന്തിൻ്റെയൊക്കെയോ പേരിൽ മാറ്റി നിർത്തുന്നു, ഇല്ലെ രണ്ടുപേരെ രണ്ടായിട്ട് ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളത്, മറ്റുള്ളവരിൽ നിന്നും അൺഫേവറബിൾ ആയിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ വാക്ക് ഓൺലി. ഓൺലി എന്നിവിടെ ഉപയോഗിച്ചിരിക്കുന്നതിന് കാരണം നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന സർട്ടൺ ഗ്രൗണ്ട്സ് ഉണ്ട്. റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത് തുടങ്ങിയ കാര്യങ്ങളുടെ മേൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്തുകൂടാ എന്നാണ്. അപ്പോൾ ഇതല്ലാത്ത മറ്റു കാര്യങ്ങളുടെ മേലെ ഡിസ്ക്രിമിനേഷൻ ആവാം, അത് പ്രൊഹിബിറ്റഡ് അല്ല. ഈ ആർട്ടിക്കിളിലെ സെക്കൻഡ് പ്രൊവിഷൻ പറയുന്നത് ഒരു സിറ്റിസണും ഈ പറഞ്ഞ റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത് തുടങ്ങിയ കാര്യങ്ങളുടെ മേൽ ഒരു ഡിസബിലിറ്റിയോ ലയബിലിറ്റിയോ റെസ്ട്രിക്ഷനോ അങ്ങനെ ഒന്നും വന്നുകൂടാ എന്നാണ്. ഇത് എന്തൊക്കെ കാര്യത്തിലാണ് പാടില്ലാത്തതെന്നും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഷോപ്പ്, പബ്ലിക് റെസ്റ്റോറൻറ്റ്, ഹോട്ടൽസ്, പ്ലേസ് ഓഫ് പബ്ലിക് എന്റർടൈൻമെന്റ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ആക്സസ് ചെയ്യുന്നതിന് എല്ലാവർക്കും ഈ പറഞ്ഞ റിലീജിയനോ, റേസോ, കാസ്റ്റോ, സെക്സോ, പ്ലേസ് ഓഫ് ബർത്തോ ഒന്നും നോക്കാതെ എല്ലാവർക്കും തുല്യമായ അവകാശമാണുള്ളത്. രണ്ടാമത്തെ ഒരു കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്, രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ജനറൽ പബ്ലിക്കിന് ഉപയോഗിക്കാൻ വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് സ്റ്റേറ്റ് ഫണ്ട് ഹോളി അല്ലെങ്കിൽ പാർഷ്യലി ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച കിണറുകൾ, ടാങ്കുകൾ, ബാത്തിങ് ഗട്ട്സ്, റോഡുകൾ, പബ്ലിക് പ്ലേസുകൾ തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ ഉപയോഗിക്കാൻ മുൻപ് പറഞ്ഞ ഗ്രൗണ്ട്സിന്റെ ഒന്നും പേരിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാതെ തന്നെ ഉപയോഗിക്കാനുള്ള അവകാശം എല്ലാ വ്യക്തികൾക്കും ഉണ്ട്. ആദ്യം പറഞ്ഞ പ്രൊവിഷൻ സ്റ്റേറ്റ് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നതിൽ നിന്നും പ്രൊഹിബിറ്റ് ചെയ്തുകൊണ്ടായിരുന്നു. നമ്മൾ രണ്ടാമത് പറഞ്ഞത് സ്റ്റേറ്റിനും പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനും ഈ കാര്യം ബാധകമാണ്. ഇനി നമ്മൾ എല്ലാത്തിലും പറയുന്ന പോലെ തന്നെ ഈ നോൺ ഡിസ്ക്രിമിനേഷൻ റൂളിൽ തന്നെയും ചില എക്സെപ്ഷൻസ് ഉണ്ട്. 4 എക്സെപ്ഷൻസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് എക്സെപ്ഷൻ വിമൻ ആൻഡ് ചിൽഡ്രൻ ആണ്. വിമനും ചിൽഡ്രനും പല സ്ഥലങ്ങളിലും സ്പെഷ്യൽ പ്രൊവിഷൻസ് കൊടുക്കാനുള്ള അധികാരം സ്റ്റേറ്റിനുണ്ട്. ഫോർ എക്സാമ്പിൾ, ലോക്കൽ ബോഡീസിലൊക്കെ സ്ത്രീകൾക്കുള്ള സംവരണം, സീറ്റ് സംവരണം എന്ന് പറയുന്നത് ഇതിനൊരു എക്സാമ്പിൾ ആണ്. അതേപോലെ ചിൽഡ്രന് ഫ്രീ എഡ്യൂക്കേഷനുള്ള പ്രൊവിഷൻ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ നമ്മൾ പറഞ്ഞ ഡിസ്ക്രിമിനേഷനെതിരെയുള്ള നിയമത്തിൽ വരുന്ന എക്സെപ്ഷൻ ആണ്. രണ്ടാമത്തെ എക്സെപ്ഷനിൽ വരുന്ന ഒരു ക്ലാസ് എന്ന് പറയുന്നത് സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സുകളായ ആളുകൾ, അല്ലെങ്കിൽ ഷെഡ്യൂൾ കാസ്റ്റിൽ വരുന്നവർ, ഷെഡ്യൂൾ ട്രൈബ്സ്, ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ചില സ്പെഷ്യൽ പ്രൊവിഷൻസ് കൊണ്ടുവരാനുള്ള അധികാരം സ്റ്റേറ്റിനുണ്ട്. അതിന് ഉദാഹരണമാണ് പബ്ലിക് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അവർക്കുള്ള സീറ്റ് റിസർവേഷനും ഫീ കൺസെഷനും ഒക്കെ. ശ്രദ്ധിക്കുക, പബ്ലിക് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. മൂന്നാമത്തെ ഒരു എക്സെപ്ഷൻ വരുന്നത് ഇതേപോലെ തന്നെ എഡ്യൂക്കേഷണലിയും സോഷ്യലിയും ഒക്കെ ബാക്ക്വേർഡ് ക്ലാസ്സിലുള്ള ആളുകൾ, ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ് തുടങ്ങിയ ആളുകൾക്കെല്ലാം സ്റ്റേറ്റിന്റെ എയ്ഡഡോ അൺഎയ്ഡഡോ ആയ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ, ഇൻക്ലൂഡിംഗ് പ്രൈവറ്റ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അഡ്മിഷന് വേണ്ടിയിട്ട് സ്പെഷ്യൽ പ്രിവിലേജുകൾ ഈ വ്യക്തികൾക്കുണ്ട്. അങ്ങനെ ഒരു പ്രിവിലേജ് കൊടുക്കാൻ അധികാരം സ്റ്റേറ്റിനുണ്ട്. പക്ഷെ ഇത് മൈനോറിറ്റി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഇത് അനുവദനീയമല്ല. നെക്സ്റ്റ് എക്സെപ്ഷൻ വരുന്നത് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആയ ആളുകളുടെ അഡ്വാൻസ്മെന്റിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പ്രൊവിഷൻസ് സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിനെ പറ്റിയാണ്. ഇപ്പൊ നമുക്കറിയാം, സ്റ്റേറ്റ് തന്നെ ഇതുപോലെയുള്ള എക്കണോമിക്കലി വീക്കർ സെക്ഷൻസിന് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അഡ്മിഷനൊക്കെ വേണ്ടിയിട്ട് 10% റിസർവേഷൻ, സീറ്റ് റിസർവേഷൻ അനുവദിച്ചിട്ടുണ്ട്. അത് ബോത്ത് പബ്ലിക് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുമുണ്ട്, പ്രൈവറ്റ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുമുണ്ട്. ഇവിടെ ആകെ എക്സെപ്ഷൻ വരുന്നത് മൈനോറിറ്റി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ മാത്രം ഇങ്ങനെ ഒരു 10% റിസർവേഷൻ അനുവദിച്ചിട്ടില്ല. ഈ റിസർവേഷൻ എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് റിസർവേഷന് പുറമേ കൊടുക്കുന്നതാണ്. അപ്പം ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് EWS കാറ്റഗറിയിൽ പെടുന്ന ആളുകളെ സ്റ്റേറ്റ് ആണ് ഓരോ സമയത്തും അവരുടെ ഫാമിലി ഇൻകവും ബാക്കി ഇക്കണോമിക് ഡിസഡ്വാൻറ്റേജിന്റെ ഇൻഡിക്കേറ്റേഴ്സും ഒക്കെ യൂസ് ചെയ്ത് കണ്ടെത്തുന്നത്. അപ്പൊ ഇത്രയാണ് എക്സെപ്ഷൻ വരുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞതിൽ OBCയുടെ റിസർവേഷൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മൾ പറഞ്ഞ എന്താണ്, പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പുറമെ പ്രൈവറ്റ് ആയിട്ടുള്ള എയ്ഡഡോ അൺഎയ്ഡഡോ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ എക്സെപ്റ്റ് മൈനോറിറ്റി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ OBC സ്റ്റുഡൻസിന് റിസർവേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. ഈ ഒരു റിസർവേഷൻ ക്ലോസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്യുന്നത് 2005 93rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് പ്രകാരമാണ്. ഈ ഒരു ആക്ട് വന്നതിന് ശേഷമാണ് ഗവൺമെന്റ് സെൻട്രൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റിസർവേഷൻ ഇൻ അഡ്മിഷൻ ആക്ട് 2006 എന്ന് പറയുന്ന ആക്ട് ഇനാക്ട് ചെയ്യുന്നത്. നമ്മളിപ്പോ ഈ രണ്ടാമത് പറഞ്ഞ ഈ ആക്ട്
പ്രകാരമാണ് ഇന്ത്യയിലെ എല്ലാ സെൻട്രൽ ഹയർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഇൻക്ലൂഡിംഗ് IIT ആൻഡ് IIMs അവിടെയെല്ലാം OBCക്ക് ഒരു 27% ക്വോട്ട റിസർവ് ചെയ്ത് വെച്ചു. ഈ ആക്ട് വന്ന് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ 2008 സുപ്രീം കോർട്ട് ഈ പറഞ്ഞ അമെൻമെന്റ് ആക്ടിന്റെയും OBC കോട്ട ആക്ടിന്റെയും വാലിഡിറ്റി എന്താണെന്ന് ചെക്ക് ചെയ്തു. അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ സെൻട്രൽ ഗവൺമെന്റിനോട് കോർട്ട് പറഞ്ഞത് OBCസിന് 27% റിസർവേഷൻ അലൗഡ് ആണ്. പക്ഷെ ഇതിന്റെ അഡ്വാൻസ്ഡ് സെക്ഷൻ ആയിട്ടുള്ള ക്രീമി ലെയറിൽ വരുന്ന ആളുകളെ ഈ ഒരു റിസർവേഷനിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്യണമെന്നായിരുന്നു. കാരണം ക്രീമി ലെയർ എന്ന് പറയുന്നത് ഈ ബാക്ക്വേർഡ് ക്ലാസ്സുകൾക്കുള്ളിലെ തന്നെ ഇൻകം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അഡ്വാൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളാണ്. ഈ ക്രീമി ലെയറിൽ വരുന്ന ആരൊക്കെയാണ് നമുക്ക് നോക്കാം. അവർക്ക് നമ്മൾ പറഞ്ഞു കോട്ട ബെനിഫിറ്റ് കിട്ടില്ല എന്ന്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് ഹോൾഡ് ചെയ്യുന്ന ആളുകളുടെ മക്കൾക്ക്, അതായത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട് ജഡ്ജസ്, UPSC SPSCകളുടെയൊക്കെ ചെയർമാനും മെമ്പേഴ്സും, അതേപോലെ CEC CAG അതേപോലെയുള്ള ആളുകളുടെയൊക്കെ മക്കൾക്ക് അവർ OBCയിൽ പെടുന്നവരാണെങ്കിൽ പോലും അവരെല്ലാം ക്രീമി ലെയറിലാണ് ഇൻക്ലൂഡഡ് ആവുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു കോട്ട ബെനിഫിറ്റ് കിട്ടത്തില്ല. സെക്കൻഡ് ആളുകൾ എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് സർവീസിലുള്ള ഗ്രൂപ്പ് A ഗ്രൂപ്പ് B ഓഫീസേഴ്സ് അല്ലെങ്കിൽ ക്ലാസ് 1 ക്ലാസ് 2 ഓഫീസേഴ്സിനും അവരുടെ മക്കള്, അതല്ലെങ്കിൽ അതുപോലെ ഇക്വലന്റ് ആയിട്ടുള്ള പൊസിഷൻസ് ഹോൾഡ് ചെയ്യുന്ന PSU, ബാങ്ക്, ഇൻഷുറൻസ് ഓർഗനൈസേഷൻ, യൂണിവേഴ്സിറ്റി തുടങ്ങിയ സ്ഥലങ്ങളിലും അതേപോലെ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്കും അവരുടെ മക്കളെ ഒരിക്കലും ഈ ഒരു ക്വോട്ട ബെനിഫിറ്റിന് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അവരും ക്രീമി ലെയറിലാണ് വരുന്നത്. മൂന്നാമത്തെ ഗ്രൂപ്പ് ഓഫ് ആളുകൾ എന്ന് പറയുന്നത് ആർമിയില് കേണൽ അല്ലെങ്കിൽ അതിന് മേലെ റാങ്ക് ഉള്ള വ്യക്തികൾ, അല്ലെങ്കിൽ നേവിയിലോ എയർഫോഴ്സിലോ അല്ലെങ്കിൽ പാരാമിലിറ്ററി ഫോഴ്സിലോ ഒക്കെ ഇതിന് ഇക്വലന്റ് ആയിട്ടുള്ള പോസ്റ്റ് ഉള്ള ആളുകൾ ക്രീമി ലെയറിലാണ് വരുന്നത്. അപ്പൊ അവരുടെ മക്കൾക്ക് ഇങ്ങനെ ഒരു കോട്ട ബെനിഫിറ്റ് ഉണ്ടാവില്ല. ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഡോക്ടേഴ്സ്, ലോയേഴ്സ്, എഞ്ചിനീയേഴ്സ്, ആർട്ടിസ്റ്റ്, ഓതേഴ്സ്, കൺസൾട്ടന്റ് അങ്ങനെയുള്ള ആളുകളുടെ അങ്ങനത്തെ പ്രൊഫഷണൽസിനും അവരുടെ മക്കൾക്കും ഈ ഒരു ക്രീമി ലെയറിനകത്താണ് വരിക. സോ ഇങ്ങനെ ഒരു ബെനിഫിറ്റ് കിട്ടില്ല. നെക്സ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് ട്രേഡ്, ബിസിനസ്, ഇൻഡസ്ട്രി തുടങ്ങിയ ജോലികളിലൊക്കെ എൻഗേജ്ഡ് ആയിട്ടുള്ള ആളുകൾ. അതിനുശേഷം ഒരു സർട്ടൺ ലിമിറ്റ് ഓഫ് അഗ്രികൾച്ചർ ലാൻഡ് ഉള്ള ആളുകൾ, അല്ലെങ്കിൽ അർബൻ ഏരിയാസിൽ വേക്കന്റ് ലാൻഡ്, ബിൽഡിങ്സ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവരും ക്രീമി ലെയറിനുള്ളിൽ വരും. ലാസ്റ്റത്തെ കാറ്റഗറി ഓഫ് ആളുകൾ എന്ന് പറയുന്നത് ഗ്രോസ് ആനുവൽ ഇൻകം 4.5 ലക്ഷത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ എക്സെപ്ഷൻ വെൽത്ത് ലിമിറ്റിലും കൂടുതൽ ഉള്ളവരാണെങ്കിൽ അവരൊക്കെ ക്രീമി ലെയറിലാണ് വരുന്നത്. 1993 ഈ ക്രീമി ലെയറിന് ഒരു സീലിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് അന്ന് 1 ലക്ഷം രൂപയായിരുന്നു. പിന്നീട് 2004 അത് 2.5 ലക്ഷമായിട്ട് കൂട്ടി. പിന്നീട് 2008 അത് 4.5 ലക്ഷമായിട്ട് കൂട്ടുന്നത്. പിന്നീട് വന്ന വർഷങ്ങളിൽ 2013 6 ലക്ഷമാക്കുകയും 2017 അത് 8 ലക്ഷമാക്കുകയും ചെയ്തു. ഇപ്പോഴത്തെ സീലിംഗ് ലിമിറ്റ് എന്ന് പറയുന്നത് 8 ലക്ഷം രൂപയാണ്. ഇനി നമ്മൾ നോക്കുന്നത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഇക്കണോമിക്കലി വീക്കർ സെക്ഷനിൽ വരുന്ന ആളുകളുടെ റിസർവേഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. ഈ ഒരു കാര്യം, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞത് 10% റിസർവേഷൻ ആണ് അവർക്ക് കൊടുക്കുന്നത്. ഈ റിസർവേഷൻ കൊടുക്കാൻ തീരുമാനമാകുന്നത് 2019 103ാമത്തെ അമെൻമെന്റ് ആക്ട് പ്രകാരമാണ്. ഇങ്ങനെ ഒരു കാര്യം വന്നതോടുകൂടി എക്കണോമിക്കലി വീക്കർ സെക്ഷന് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലെ അഡ്മിഷന് വേണ്ടിയിട്ട് 10% റിസർവേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഓർഡർ ഇട്ടു. ഈ EWS സെക്ഷനിൽ വരുന്ന ആളുകൾ എന്ന് പറയുന്നത് ഈ ഒരു റിസർവേഷൻ ബെനിഫിറ്റ് അവൈലബിൾ ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് ഈ SC ST OBC കാറ്റഗറിയിൽ അതുപോലത്തെ റിസർവേഷനുള്ള എക്സിസ്റ്റിംഗ് സ്കീംസിലൊന്നും ഉൾപ്പെടാത്ത ആളുകളാണ്. ഇനി EWS കാറ്റഗറിയിൽ വരുന്ന ആളുകളുടെ എലിജിബിലിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, സീലിംഗ് പ്രൈസ് ഉണ്ട്. 8 ലക്ഷമാണ് സീലിംഗ് പറഞ്ഞിരിക്കുന്നത്. ആ സീലിംഗിലും കുറവായിരിക്കണം ഗ്രോസ് ആനുവൽ ഇൻകം. അങ്ങനെയുള്ളവരെ മാത്രമേ ഈ ഒരു EWS കാറ്റഗറിയിലേക്ക് റിസർവേഷൻ ബെനിഫിറ്റിന് വേണ്ടി കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഇൻകം എന്ന് പറയുന്നത് അവരുടെ എല്ലാ സോഴ്സുകളിൽ നിന്നും, അതായത് സാലറി ആവാം, അഗ്രികൾച്ചർ, ബിസിനസ്, പ്രൊഫഷൻ തുടങ്ങി എല്ലാ ഇൻകത്തിൽ നിന്നും കൂട്ടിയെടുക്കുന്നതായിരിക്കും അവരുടെ ഗ്രോസ് ആനുവൽ ഇൻകം എന്ന് പറയുന്നത്. അത് 8 ലക്ഷത്തിൽ താഴെ ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, രണ്ടാമതായിട്ട് ഈ എലിജിബിലിറ്റി തീരുമാനിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന അടിസ്ഥാനം എന്ന് പറയുന്നത് അവർക്കുള്ള ഭൂസ്വത്തിന്റെ പേരിലാണ്. ഇപ്പം ഈ ഒരു വ്യക്തിക്കോ അയാളുടെ ഫാമിലിക്കോ ഇനി പറയാൻ പോകുന്ന ഭൂസ്വത്തുകളിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും EWS കാറ്റഗറിയിലേക്ക് വരാൻ പറ്റില്ല. ഒന്നില്ലെങ്കിൽ 5 ഏക്കറിൽ കൂടുതൽ അഗ്രികൾച്ചറൽ ലാൻഡ് ഉണ്ടാവണം, അല്ലെങ്കിൽ 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു റെസിഡൻഷ്യൽ ഫ്ലാറ്റ്, 1000 സ്ക്വയർ ഫീറ്റോ അതിന് മേലെയുള്ള റെസിഡൻഷ്യൽ ഫ്ലാറ്റ് ഉള്ളവരാണെങ്കിൽ, അതേപോലെ തന്നെ നോട്ടിഫൈഡ് മുനിസിപ്പാലിറ്റീസിനുള്ളിൽ
100 സ്ക്വയർ യാർഡ്സോ അതിൽ കൂടുതലുള്ള ഒരു റെസിഡൻഷ്യൽ പ്ലോട്ട് ഉള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ നോട്ടിഫൈഡ് മുനിസിപ്പാലിറ്റീസിൽ 200 സ്ക്വയർ യാർഡോ അതിൽ കൂടുതൽ റെസിഡൻഷ്യൽ പ്ലോട്ട് ഉള്ളവർക്ക് ഈ പറഞ്ഞ ആളുകൾക്കൊന്നും തന്നെ EWS കാറ്റഗറിയിലേക്ക് വരാൻ പറ്റില്ല. അതേപോലെ ഇവരുടെ ഈ ഒരു പ്രോപ്പർട്ടീസിന്റെ ഒക്കെ കണക്കെടുക്കുമ്പോൾ ഒരു സ്ഥലത്തല്ല, ഈ ഒരു ഫാമിലിക്ക് ഏതൊക്കെ സ്ഥലങ്ങളിൽ ഡിഫറെന്റ് ലൊക്കേഷൻസിലാവാം, ഡിഫറെന്റ് പ്ലേസ് ആൻഡ് സിറ്റീസിലാവാം, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും എല്ലാ സ്ഥലങ്ങളിലെയും കൂടെ ഒന്നിച്ച് ചേർത്തെടുത്ത് വേണം കണക്കെടുക്കാൻ വേണ്ടിയിട്ട്. ആ കണക്കെടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞ ലിമിറ്റിൽ താഴെയാണെങ്കിൽ മാത്രമേ അവരെ EWS കാറ്റഗറിയിലേക്ക് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ ഒരു വ്യക്തിയുടെ സ്വത്ത് വിവരങ്ങൾ എടുക്കുമ്പോൾ അല്ല ഫാമിലി എന്ന് പറയുന്ന കൺസിഡർ ചെയ്യേണ്ടത് ആ വ്യക്തി, അദ്ദേഹത്തിന്റെ പേരൻസ്, അദ്ദേഹത്തിന് 18 വയസ്സിൽ താഴെ പ്രായമുള്ള സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അവര്, സ്പൗസ് ഉണ്ടെങ്കിൽ മാരീഡ് ആണെങ്കിൽ അവരുടെ സ്പൗസ്, അതുപോലെ തന്നെ 18 വയസ്സിൽ താഴെയുള്ള മക്കൾ ഉണ്ടെങ്കിൽ അവര്, 18 വയസ്സിൽ മുകളിൽ പ്രായമുള്ള സിബ്ലിങ്സിനെയോ കുട്ടികളെയോ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ഇത്രയാണ് EWSന്റെ റിസർവേഷൻ വരുന്നത്. ഇനി നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് കടക്കാം. ആർട്ടിക്കിൾ 16 ആണ്. ആർട്ടിക്കിൾ 16 പറയുന്നത് എന്താണ്? ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെന്റ്. അപ്പൊ ഈ ഒരു ആർട്ടിക്കിൾ അനുസരിച്ച് ഇന്ത്യയിലെ ഒരു സിറ്റിസണും തന്നെ സ്റ്റേറ്റിന്റെ കീഴിൽ വരുന്ന ഒരു എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ഓഫീസിന്റെ കാര്യത്തിലും റിലീജിയനോ റേസോ കാസ്റ്റോ സെക്സോ ഡിസെന്റോ പ്ലേസ് ഓഫ് ബർത്തോ റെസിഡൻസോ ഒന്നിന്റെയും ബേസിസിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. അവർക്ക് എല്ലാവർക്കും അവസരം കിട്ടിയിരിക്കണം. പക്ഷെ ഈ എംപ്ലോയ്മെന്റിന്റെ കാര്യത്തിൽ 4 എക്സെപ്ഷൻ ആണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റെസിഡൻസിനെ ഒരു കണ്ടീഷനായിട്ട് കൺസിഡർ ചെയ്യുന്ന കാര്യമാണ്. ചില കണ്ടീഷൻസിൽ നമ്മൾ റെസിഡൻസ് എവിടെയാണോ ആ സ്ഥലത്തിനെ അനുസരിച്ചായിരിക്കും ജോലിക്ക് എലിജിബിലിറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതിന് കാരണം പാർലമെന്റിന് സ്റ്റേറ്റ്, യൂണിയൻ ടെറിട്ടറി, ലോക്കൽ അതോറിറ്റി അല്ലെങ്കിൽ ബാക്കി അതോറിറ്റിയിലൊക്കെ ജോലികൾ കൊടുക്കുന്നതിന് സർട്ടൻ എംപ്ലോയ്മെന്റ്സിന്റെ കാര്യത്തിൽ റെസിഡൻസ് എന്ന് പറയുന്നതിനെ ഒരു കണ്ടീഷനായിട്ട് വെക്കാം എന്ന് തീരുമാനിക്കാൻ സാധിക്കും. ഇത് മുൻപ് ചെയ്തുകൊണ്ടിരുന്നത് 1957 കൊണ്ടുവന്ന പബ്ലിക് എംപ്ലോയ്മെന്റ് ആക്ട് അനുസരിച്ചായിരുന്നു. പിന്നീട് 1974 എക്സ്പയർ ആയതോടുകൂടി അങ്ങനെ ഒരു സ്റ്റേറ്റിലും ഈ ഒരു പ്രൊവിഷൻ ഇല്ലാന്ന് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നും ആന്ധ്രാപ്രദേശിനും തെലങ്കാനയ്ക്കും അത്തരത്തിലൊരു പ്രൊവിഷൻ കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. സെക്കൻഡ് കേസ്, സ്റ്റേറ്റ് സർവീസുകളിൽ അഡിക്വേറ്റ് ആയിട്ട് റെപ്രസെന്റേഷൻ ഇല്ലാത്ത ബാക്ക്വേർഡ് ക്ലാസുകൾ ഉണ്ടെങ്കിൽ അവർക്ക് പല അപ്പോയിന്റ്മെന്റിലേക്കും പോസ്റ്റിലേക്കും റിസർവേഷനുകൾ വെക്കാനുള്ള അല്ലെങ്കിൽ അത് കൊടുക്കാനുള്ള അധികാരം സ്റ്റേറ്റിന് ഉണ്ട്. ഇത് അപ്പോൾ ഇതിനകത്തൊരു എക്സെപ്ഷൻ ആണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓഫീസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡിനോമിനേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അതിലേക്ക് അംഗങ്ങളെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ ആ പർട്ടിക്കുലർ റിലീജിയൻ അല്ലെങ്കിൽ ഡിനോമിനേഷനിൽപ്പെട്ട ആളുകളെ വെക്കാൻ വേണ്ടിയിട്ട് ലോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ദേവസ്വം ബോർഡിലേക്ക് ജോലിക്ക് ഒരാളെ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെ ആയിരിക്കും അവരെടുക്കുക. മറ്റൊരു എക്സെപ്ഷനാണ് നമ്മൾ പറഞ്ഞ 10% റിസർവേഷൻ EWS കാറ്റഗറിക്ക് കൊടുക്കുന്നത്. ഇത് എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് റിസർവേഷൻ കൂടാതെ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നതാണ്. അടുത്തത് നമുക്ക് മണ്ഡൽ കമ്മീഷനെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. എന്താണെന്ന് നോക്കാം. 1979 മൊറാർജി ദേശായി ഗവൺമെന്റ് ഒരു സെക്കൻഡ് ടൈം ബാക്ക്വേർഡ് ക്ലാസസ് കമ്മീഷനെ BP മണ്ഡൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ചെയർമാൻഷിപ്പിൽ രൂപീകരിച്ചു. സോഷ്യലിയും എഡ്യൂക്കേഷണലിയും ബാക്ക്വേർഡ് ക്ലാസ്സുകളായിട്ടുള്ള ആളുകളുടെ കണ്ടീഷൻസിനെ പറ്റി പഠിക്കാനും അവരുടെ അഡ്വാൻസ്മെന്റിന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് സജസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു കമ്മീഷനെ രൂപീകരിച്ചത്. അവരുടെ കമ്മീഷന്റെ റിപ്പോർട്ട് 1980 സബ്മിറ്റ് ചെയ്യുകയും ഏകദേശം 3743 കാസ്റ്റുകളാണ് ഇങ്ങനെ സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ് എന്ന് അവർ കാറ്റഗറൈസ് ചെയ്ത് ഐഡന്റിഫൈ ചെയ്തത്. അന്നത്തെ ടോട്ടൽ പോപ്പുലേഷനിൽ നിന്നും SC/STസിനെ മാറ്റി നിർത്തിയാൽ തന്നെ ടോട്ടൽ പോപ്പുലേഷൻ 52% ഈ പറഞ്ഞ കണ്ടുപിടിച്ച ബാക്ക്വേർഡ് ക്ലാസസ്. ഇത്രയും വലിയൊരു ജനവിഭാഗം ആയതുകൊണ്ട് തന്നെ ഈ കമ്മീഷൻ ഗവൺമെന്റ് ജോബുകളിലേക്ക് OBC കാറ്റഗറികൾക്ക് 27% റിസർവേഷൻ വേണമെന്നാണ് റെക്കമെൻഡ് ചെയ്തത്. അപ്പോൾ അങ്ങനെ കിട്ടുകയാണെങ്കിൽ SC/ST OBCകൾക്ക് എല്ലാവർക്കും കൂടി ചേർത്തുകൊണ്ട് ടോട്ടലി ഒരു 50% റിസർവേഷൻ വരും. പിന്നീട് 10 വർഷങ്ങൾക്ക് ശേഷം VP സിംഗ് ഗവൺമെന്റ് വന്നപ്പോഴാണ് ഈ ഒരു റെക്കമെൻഡേഷൻ അനുസരിച്ചുള്ള 27% ഗവൺമെന്റ് ജോലികളിൽ റിസർവേഷൻ OBCക്ക് ലഭിച്ചത്. പിന്നീട് 1991 നരസിംഹറാവു ഗവൺമെന്റ് വന്നപ്പോൾ ഇതിൽ 2 ചേഞ്ചസ് ആണ് വരുത്തിയത്. ഫസ്റ്റ് തിങ്, ഈ OBCകളിൽ തന്നെ പുവറർ സെക്ഷൻസിനാണ് അവർക്ക് പ്രിഫറൻസ് കൊടുത്തു. ഈ 27% കോട്ടയിൽ പുവറർ സെക്ഷൻസിന് അവർക്ക് ഫസ്റ്റ് പ്രിഫറൻസ് വരുന്ന രീതിയിൽ, അതായത് റിസർവേഷൻ ഗ്രാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇക്കണോമിക് ക്രൈറ്റീരിയനെ അഡാപ്റ്റ് ചെയ്തു. സെക്കൻഡ് ചേഞ്ച്, എക്സിസ്റ്റിംഗ് സ്കീമുകളിലൊന്നും റിസർവേഷൻ എക്സിസ്റ്റിംഗ് സ്കീമുകളിലൊന്നും കവർ ചെയ്യപ്പെടാത്ത ഹൈ കാസ്റ്റ് ആയിട്ടുള്ള സെക്ഷനുകളിലെ
ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആളുകൾക്ക് 10% ജോലി റിസർവ് ചെയ്ത് വെക്കാനായിരുന്നു. നമ്മളിപ്പം EWS കാറ്റഗറിയെ കൺസിഡർ ചെയ്യുന്ന പോലെ ഒരു കൺസിഡറേഷൻ ആയിരുന്നു അത്. ഈ ഒരു പ്രൊവിഷൻ വന്നതിനെ തുടർന്നാണ് 1992 മണ്ഡൽ കേസ് വരുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള കേസാണ്. ഈ മണ്ഡൽ കേസാണ് ആർട്ടിക്കിൾ 16 സബ് ക്ലോസ് 4ന്റെ ഒരു എക്സ്റ്റെൻഡും സ്കോപ്പും ചെക്ക് ചെയ്തത്. അപ്പം ഈ ഒരു കാര്യം സുപ്രീം കോടതി ചെക്ക് ചെയ്തപ്പോൾ ഇത്തരത്തിലെ ബാക്ക്വേർഡ് ക്ലാസ്സുകൾക്ക് ജോലിക്ക് ഒരു റിസർവേഷൻ എന്ന് പറയുന്ന ആ ഒരു 10% റിസർവേഷൻ എന്ന് പറയുന്നതിനെ റിജക്ട് ചെയ്യുകയും OBCസിന് 77% റിസർവേഷന് കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി കൊടുക്കുകയും ചെയ്തു. ഈ OBCക്കുള്ള റിസർവേഷന് കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ റിസർവേഷന്റെ ബെനിഫിഷ്യറി ലിസ്റ്റിൽ നിന്നും നമ്മൾ നേരത്തെ പറഞ്ഞ OBCയിലെ ക്രീമി ലെയറിനെ, അതായത് അഡ്വാൻസ്ഡ് സെക്ഷനെ എക്സ്ക്ലൂഡ് ചെയ്യണം. രണ്ടാമത്തെ കാര്യം, പ്രൊമോഷൻസിൽ ഈ റിസർവേഷൻ അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ജസ്റ്റ് ഇനിഷ്യൽ അപ്പോയിന്റ്മെന്റിൽ മാത്രമേ റിസർവേഷൻ പാടുള്ളൂ. അടുത്തൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷനിൽ അല്ലാതെ ടോട്ടൽ റിസർവ്ഡ് കോട്ട എന്ന് പറയുന്നത് ഒരിക്കലും 50% കൂടാൻ പാടില്ല എന്നുള്ളതാണ്. അടുത്തൊരു കണ്ടീഷൻ, അൺഫിൽഡ് ആയിട്ടുള്ള വേക്കൻസീസിലേക്ക് ക്യാരി ഫോർവേഡ് റൂൾ ചെയ്യുന്ന ആ ഒരു രീതി വാലിഡ് ആണെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും 50% മാക്സിമം റിസർവേഷനെ കൊടുക്കാവുള്ളൂ എന്നുള്ള കണ്ടീഷനെ ഒരിക്കലും ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അഞ്ചാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ ഓവർ ഇൻക്ലൂഷൻ അല്ലെങ്കിൽ അണ്ടർ ഇൻക്ലൂഷൻ ഒക്കെ OBC ലിസ്റ്റിൽ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ കംപ്ലൈൻറ്റ്സ് ഒക്കെ എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെർമനന്റ് ആയ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയെ എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നുള്ളതായിരുന്നു. ഈ പറഞ്ഞ സുപ്രീം കോടതി റൂളിംഗ്സിനെ അനുസരിച്ച് ഗവൺമെന്റ് കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുത്തു. ഫസ്റ്റ് ആണെന്ന് പറയുന്നത് OBCയിലെ ക്രീമി ലെയറിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് രാംനന്ദൻ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തു. അവർ 1993 ഈ ഒരു അവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. സെക്കൻഡ് വൺ, 1993 പാർലമെന്റിന്റെ ഒരു ആക്ടിലൂടെ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസിനെ എസ്റ്റാബ്ലിഷ് ചെയ്തു. ബാക്ക്വേർഡ് ക്ലാസസിന്റെ ജോബ് റിസർവേഷൻ ലിസ്റ്റ് വരുമ്പോൾ ഓവർ ഇൻക്ലൂഷൻ, നോൺ ഇൻക്ലൂഷൻ അതേപോലെയുള്ള കംപ്ലൈൻറ്റ്സ് ഒക്കെ എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. പിന്നീട് 2018 102nd അമെൻമെന്റ് ആക്ട് വന്നപ്പോൾ ഇതിന് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് കൊടുക്കുകയും അവരുടെ ഫംഗ്ഷൻസിനെ എൻലാർജ് ചെയ്യുകയും ചെയ്തു. ഇതിനു വേണ്ടിയിട്ട് ഈ ഒരു അമെൻമെന്റിലൂടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആർട്ടിക്കിൾ 338B എന്ന് പറയുന്ന പുതിയൊരു ആർട്ടിക്കിളിനെ ഇൻസേർട്ട് ചെയ്തു. നെക്സ്റ്റ് വൺ, പ്രൊമോഷൻസിലെ റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട റൂളിങ്ങിനെ നള്ളിഫൈ ചെയ്യാനായിട്ട് 1995 77ാമത്തെ അമെൻമെന്റ് ആക്ടിനെ ഇനാക്ട് ചെയ്തു. ഇതിലൂടെ ആർട്ടിക്കിൾ 16 ഒരു പുതിയ പ്രൊവിഷൻ ആഡ് ചെയ്തു. ഇത് സ്റ്റേറ്റ് സർവീസുകളിൽ SC/STസിന് അഡിക്വേറ്റ് ആയിട്ടുള്ള റെപ്രസെന്റേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ പ്രൊമോഷന്റെ കാര്യത്തിലും അവർക്ക് റിസർവേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റിനെ എംപവർ ചെയ്യുന്ന ഒരു പ്രൊവിഷൻ ആയിരുന്നു. അതിനുശേഷം 2001 85ാം അമെൻമെന്റ് ആക്ട് വന്നപ്പോഴത്തേക്കിനും പ്രൊമോഷന്റെ കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ കോൺസിക്വൻഷ്യൽ സീനിയോറിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം വന്നു. അടുത്തൊരു കാര്യം, 2000 81ാം അമെൻമെന്റ് ആക്ട് വന്നപ്പോഴത്തേക്കിനും നമ്മൾ നേരത്തെ പറഞ്ഞ വേക്കൻസീസിന് ബാക്ക്ലോഗ് ചെയ്യുന്ന ആ ഒരു റൂളിങ്ങിനെ നള്ളിഫൈ ചെയ്ത് കളഞ്ഞു. അതുകൂടാതെ ആർട്ടിക്കിൾ 16 പുതിയൊരു പ്രൊവിഷൻ ആഡ് ചെയ്തു. അൺഫിൽഡ് ആയിട്ടുള്ള റിസർവ്ഡ് വേക്കൻസീസ് ഒരു വർഷം ഉണ്ടെങ്കിൽ അതിനെ ഒരു സെപ്പറേറ്റ് ക്ലാസ് ഓഫ് വേക്കൻസീസ് ആയിട്ട് മാറ്റി അടുത്ത വർഷത്തേക്ക് ഫില്ല് ചെയ്യണമെന്ന്. ഇത്തരത്തിൽ റിസർവേഷൻ വരുന്ന വേക്കൻസീസും സാധാരണ ബാക്കിയുള്ള വേക്കൻസീസും തമ്മിൽ കമ്പൈൻ ചെയ്യാൻ പാടില്ല എന്നുള്ളതായിരുന്നു. അടുത്തൊരു മാറ്റം വരുത്തിയത് 76ാം അമെൻമെന്റ് ആക്ട് 1994 ഉപയോഗിച്ചാണ്. അന്ന് 1994 തമിഴ്നാട് റിസർവേഷൻ ആക്ടിനെ അവര് ഇതിൽ നിന്ന് മാറ്റിയിട്ട്, റിസർവേഷൻ ആക്ടിൽ നിന്ന് മാറിയിട്ട് 9th ഷെഡ്യൂളിലേക്ക് ആഡ് ചെയ്തു. കാരണം അന്ന് അവർ കൊടുത്തിരുന്ന റിസർവേഷൻ എന്ന് പറയുന്നത് 69%. അത് ഏതായാലും 50% ആ ഒരു സീലിംഗിനെ എക്സീഡ് ചെയ്യുന്നതായിരുന്നു. അപ്പം ഇതിൽ ഒരു ജുഡീഷ്യൽ റിവ്യൂ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെ 9th ഷെഡ്യൂളിലേക്ക് മാറ്റിയത്. നമുക്കറിയാം 9th ഷെഡ്യൂളിലുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ലോസിൽ വരുന്ന ഒരു കാര്യങ്ങളും കോർട്ടിൽ ചലഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇത്രയും കാര്യങ്ങളാണ് ബാക്ക്വേർഡ് ക്ലാസിന്റെ പബ്ലിക് എംപ്ലോയ്മെന്റ് റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ടത്. അടുത്തത് ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻസിലെ പബ്ലിക് എംപ്ലോയ്മെന്റിലെ റിസർവേഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. EWS കാറ്റഗറിക്ക് പബ്ലിക് എംപ്ലോയ്മെന്റിൽ റിസർവേഷൻ കൊടുക്കാൻ തീരുമാനിച്ചത് 2019 103ാം അമെൻമെന്റ് ആക്ട് പ്രകാരമാണ്. ഈ ഒരു പ്രൊവിഷനെ ഇനാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് 2019 ഒരു ഓർഡർ ഇഷ്യൂ ചെയ്തു. എക്കണോമിക്കലി വീക്കർ സെക്ഷനിലുള്ള ആളുകൾക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സിവിൽ പോസ്റ്റുകളിലും സർവീസുകളിലും 10% റിസർവേഷൻ കൊടുക്കുന്നുണ്ട് എന്ന്.
നമ്മൾ മുൻപ് പറഞ്ഞ പോലെ തന്നെ SC, ST, OBC കാറ്റഗറിയിൽ ഒന്നും റിസർവേഷൻ ലഭിക്കാത്ത, ഒന്നിലും കവേർഡ് അല്ലാത്ത ആളുകൾ EWS കാറ്റഗറിയിൽ വരുന്നുണ്ടെങ്കിൽ അവർക്കാണ് ഈ ഒരു റിസർവേഷൻ ബെനിഫിറ്റ് ലഭിക്കുന്നത്. ഇവരുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, EWS ആയിട്ട് കൺസിഡർ ചെയ്യുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമ്മൾ ആർട്ടിക്കിൾ 15 പറഞ്ഞ സെയിം തന്നെയാണ്. ഇതിൽ ചില മാറ്റങ്ങൾ വരുന്നത് സയന്റിഫിക് ആൻഡ് ടെക്നിക്കൽ പോസ്റ്റിൽ വരുന്നവർക്ക് ആണ്. ഇവർക്ക് കൊടുക്കുന്ന പോസ്റ്റുകൾ എന്ന് പറയുന്നത് എപ്പോഴും ഗ്രൂപ്പ് A സർവീസുകളെ കൺസിഡർ ചെയ്യുമ്പോൾ ലോവർ ഗ്രേഡിന് മുകളിലുള്ള ഗ്രേഡുകളിൽപ്പെട്ട പോസ്റ്റുകളായിരിക്കണമെന്നാണ്. രണ്ടാമത്തെ കാര്യം, ഇവരെ സയന്റിഫിക് അല്ലെങ്കിൽ ടെക്നിക്കൽ എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇത് 1961 ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് ഓർഡർ അനുസരിച്ച് വേണം ഇത്തരത്തിൽ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ പറഞ്ഞ പോസ്റ്റുകൾ എപ്പോഴും റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ റിസർച്ചിനെ ഓർഗനൈസ് ചെയ്യാനോ ഗൈഡ് ചെയ്യാനോ ഡയറക്റ്റ് ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ടായിരിക്കണം ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത്രയുമാണ് അപ്പോൾ പബ്ലിക് എംപ്ലോയ്മെന്റിലെ റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് നോക്കാം. അടുത്ത ആർട്ടിക്കിൾ 17 ആണ്. ആർട്ടിക്കിൾ 17 പറയുന്നത് അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആണ്. ഇത്തരത്തിൽ പ്രൊഹിബിറ്റ് ചെയ്ത അൺടച്ചബിലിറ്റിയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഒഫൻസ് വരികയാണെങ്കിൽ അത് നിയമത്തിനനുസൃതമായ പണിഷ്മെന്റുകൾ കിട്ടുന്നതായിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആക്ട് ആയിരുന്നു അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് 1955. ഈ ആക്ടിനെ 1976 അമെൻഡ് ചെയ്യുകയും അതിനെ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് 1955 എന്ന് റീനെയിം ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഇതിന്റെ ഒരു പീനൽ പ്രൊവിഷൻസിനെ കൂടുതൽ സ്ട്രിഞ്ചന്റ് ആക്കാനും അതിന്റെ ഒരു സ്കോപ്പിനെ എൻലാർജ് ചെയ്യാനുമായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയും തന്നെ അൺടച്ചബിലിറ്റി എന്ന ആ വാക്കിന് ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടില്ല. പക്ഷേ മൈസൂർ ഹൈക്കോർട്ട് പിന്നീട് പറഞ്ഞു ആർട്ടിക്കിൾ 17 പറഞ്ഞിരിക്കുന്ന അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത് ലിറ്ററൽ മീനിങ് അല്ല, അതായത് തൊട്ടുകൂടാഴിക എന്നുള്ള മീനിങ് അല്ല, പക്ഷേ ഈ രാജ്യത്തിൽ ഹിസ്റ്റോറിക് ആയിട്ട് ഡെവലപ്പ് ചെയ്തു വന്ന ആ ഒരു പ്രാക്ടീസ് ഉണ്ട്, അതിനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന്. ഈ അൺടച്ചബിലിറ്റി എന്നത് റെഫർ ചെയ്യുന്നത് ചില സർട്ടൈൻ ക്ലാസസ്, ചില ആളുകളുടെ, ചില കാസ്റ്റിലുള്ള ആളുകളുടെ അവരുടെ ബർത്ത്, അവർ ഇന്ന ഇതിൽ ജനിച്ചു, ഇന്ന കാസ്റ്റിൽ ജനിച്ചു എന്ന പേരിൽ കുറെ ഡിസബിലിറ്റീസ്, സോഷ്യൽ ഡിസബിലിറ്റീസ് ഇമ്പോസ് ചെയ്യും. ഈ ഒരു ഐഡിയനെയാണ് അവർ അൺടച്ചബിലിറ്റി എന്ന് ഉദ്ദേശിച്ചെന്നാണ് മൈസൂർ ഹൈക്കോർട്ട് പറഞ്ഞത്. നമ്മൾ മുൻപ് പറഞ്ഞ 1955 പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ടിന്റെ അണ്ടറിൽ ഈ അൺടച്ചബിലിറ്റി എന്ന ഗ്രൗണ്ടിന് 6 മാസം വരെ തടവോ 500 രൂപ വരെ ഫൈനോ ഇല്ലെങ്കിൽ ഇത് രണ്ടും ഒന്നിച്ചോ ലഭിക്കാവുന്നതാണ്. അൺടച്ചബിലിറ്റി എന്ന ഒഫൻസുമായിട്ട് കൺവിക്ട് ചെയ്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ പാർലമെന്റ് ഇലക്ഷനിൽ മത്സരിക്കാൻ പറ്റില്ല, അയാൾ ഡിസ്ക്വാളിഫൈഡ് ആണ്. ഈ ഒരു ആക്ട് പ്രകാരം എന്തൊക്കെയാണ് ഒഫൻസ് ആയിട്ട് കരുതുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്, ഏതെങ്കിലും ഒരു വ്യക്തിയെ ഒരു പ്ലേസ് ഓഫ് വർഷിപ്പിൽ നിന്നും കയറാൻ സമ്മതിക്കാതെ, ഇപ്പോൾ അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ കയറാൻ സമ്മതിക്കാതിരുന്നാൽ അങ്ങനെ പ്രിവെന്റ് ചെയ്യുന്നതിനെ അൺടച്ചബിലിറ്റി ആയിട്ടാണ് കൂട്ടുക. രണ്ടാമത്തെ കാര്യം, ട്രഡീഷണൽ, റിലീജിയസ്, ഫിലോസഫിക്കലായ എന്തെങ്കിലും ഗ്രൗണ്ട്സിന്റെ ബേസിസിൽ അൺടച്ചബിലിറ്റിയെ ജസ്റ്റിഫൈ ചെയ്താലും അതൊരു ഒഫൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, ഷോപ്പ്, ഹോട്ടല് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പബ്ലിക് പ്ലേസ് ഓഫ് എന്റർടൈൻമെന്റ് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സ്ഥലം ആക്സസ് ചെയ്യുന്നതിൽ നിന്നും ഒരു വ്യക്തിയെ ഡിനൈ ചെയ്തു കഴിഞ്ഞാൽ ആ ചെയ്യുന്ന പ്രവൃത്തി അൺടച്ചബിലിറ്റി ആണെന്ന് ഈ ആക്ട് പറയുന്നു. അടുത്തൊരു കാര്യം, ഒരു വ്യക്തിയെ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന പേരിൽ അയാളെ ഇൻസൾട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് അൺടച്ചബിലിറ്റിയുടെ ഗ്രൗണ്ടിൽ വരുന്ന ഒരു ഒഫൻസ് ആണ്. നെക്സ്റ്റ് വൺ, ഹോസ്പിറ്റൽ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഹോസ്റ്റൽ തുടങ്ങിയ പബ്ലിക് ബെനിഫിറ്റിന് വേണ്ടിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഒരാളെ അഡ്മിറ്റ് ചെയ്യാൻ റെഫ്യൂസ് ചെയ്യുന്നതും അൺടച്ചബിലിറ്റിയുടെ ഒഫൻസിനുള്ളിൽ വരുന്നതാണ്. നെക്സ്റ്റ് വണ്, ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി അൺടച്ചബിലിറ്റിയെ പറ്റി പ്രീച്ച് ചെയ്യുകയാണെങ്കിൽ, അതിനെ പുകഴ്ത്തി പറയുകയും പ്രോത്സാഹിപ്പിക്കുകയുമാണെങ്കിൽ അതും അൺടച്ചബിലിറ്റി എന്ന ഒഫൻസിനുള്ളിൽ വരുന്നൊരു കാര്യമാണ്. മറ്റൊരു കാര്യം, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് സാധനങ്ങൾ വിൽക്കാനോ അല്ലെങ്കിൽ അവർക്ക് സർവീസുകൾ റെൻഡർ ചെയ്യാനോ ഒക്കെ റെഫ്യൂസ് ചെയ്യുന്നത് പോലും അൺടച്ചബിലിറ്റിക്കുള്ളിൽ വരുന്ന ഒഫൻസ് ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള കുറെ ഒഫൻസുകളാണ് അൺടച്ചബിലിറ്റിയെ പറ്റിയുള്ള പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ടിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സുപ്രീം കോർട്ട് പറഞ്ഞിരിക്കുന്നത് ഈ ആർട്ടിക്കിൾ 17 കീഴിലുള്ള റൈറ്റ് എന്ന് പറയുന്നത് ഓരോ പ്രൈവറ്റ് ഇൻഡിവിജ്വലിന്റെയും എതിരെ വരാൻ സാധ്യമായിട്ടുള്ള ഒരു ആക്ട് ആണെന്നാണ്. അതേപോലെ തന്നെ ഈ ഒരു റൈറ്റിനെ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുവേണ്ടി നെസസറി ആക്ഷൻ എടുക്കേണ്ടത് ഓരോ സ്റ്റേറ്റിന്റെയും ഒബ്ലിഗേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷൻ എന്നാണ് സുപ്രീം കോർട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്രയാണ് അൺടച്ചബിലിറ്റിയെ പറ്റി പറയാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിൾ നോക്കാം. ആർട്ടിക്കിൾ 18 ദ അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. ഈ ടൈറ്റിൽ അബോളിഷൻ എന്നതിനെ പറ്റിയിട്ട് 4 പ്രൊവിഷൻസ് ആണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ,
ഏതെങ്കിലും ഒരു വ്യക്തിക്ക്, അത് സിറ്റിസണോ ഫോറിനറോ ആകാം, അങ്ങനെ ഒരു സിറ്റിക്കും ഒരു ടൈറ്റിലും കൺഫർ ചെയ്യാൻ സ്റ്റേറ്റിന് അനുവാദമില്ല. സ്റ്റേറ്റിനെ പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്നതാണ് ഫസ്റ്റത്തെ പ്രൊവിഷൻ. നമുക്ക് മിലിറ്ററി സ്റ്റാറ്റസുകൾ കൊടുക്കാം, അക്കാഡമിക് ഡിസ്റ്റിങ്ഷൻ ഒക്കെ കൊടുക്കാം, പക്ഷെ അതല്ലാത്ത ടൈറ്റിലുകളൊന്നും സ്റ്റേറ്റിന് കൺഫർ ചെയ്യാൻ പറ്റില്ല ഒരു വ്യക്തികൾക്കും. രണ്ടാമത്തെ കാര്യം, പുറത്തുള്ള ഒരു ഫോറിൻ സ്റ്റേറ്റിൽ നിന്നും ഇന്ത്യൻ സിറ്റിസൺസിന് ഒരു ടൈറ്റിലും അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇതിപ്പോ നമ്മൾ പറഞ്ഞത് ഇവിടുത്തെ സിറ്റിസൺസിന്റെ കാര്യമാണ്. അടുത്തൊരു കണ്ടീഷൻ ഫോറിനറുടെയാണ്. ഇപ്പോൾ ഇന്ത്യയില് ഈ സ്റ്റേറ്റിന്റെ ഉള്ളില് എന്തെങ്കിലും ഒരു ഓഫീസ് ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു ട്രസ്റ്റിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ ഇന്ത്യയിലാണെങ്കിൽ അയാൾക്ക് ഫോറിൻ സ്റ്റേറ്റ്സിൽ നിന്നും ഒരു ടൈറ്റിലും ഇന്ത്യൻ പ്രസിഡന്റിന്റെ കൺസെന്റ് ഇല്ലാതെ സ്വീകരിക്കാൻ പറ്റില്ല. പ്രത്യേകം നോട്ട് ചെയ്യുക, ഇത് സിറ്റിസന്റെ കാര്യമല്ല, ഒരു ഫോറിനറുടെ കാര്യമാണ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോ പറഞ്ഞതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇന്ത്യൻ സ്റ്റേറ്റിന്റെ അണ്ടറിൽ ഉള്ള ഏതെങ്കിലും ഒരു ട്രസ്റ്റിലോ ഓഫീസിലോ ഒക്കെ പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ, അത് സിറ്റിസൺ ആണെങ്കിലും ഫോറിനർ ആണെങ്കിലും, ഇന്ത്യൻ പ്രസിഡന്റിന്റെ കൺസെന്റ് ഇല്ലാതെ ഒരു ഫോറിൻ സ്റ്റേറ്റിൽ നിന്നും പ്രസന്റുകളോ ആനുകൂല്യങ്ങളോ എമെൽമെന്റ്സോ അങ്ങനെ ഒന്നും തന്നെ സ്വീകരിക്കാൻ പാടുള്ളതല്ല. അപ്പൊ ഇത്രയാണ് 4 പ്രൊവിഷൻസ്. അപ്പൊ നമ്മൾ ഈ ആർട്ടിക്കിൾ 18 ബാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നൊബിലിറ്റിക്ക് വേണ്ടി കിട്ടിയിരുന്ന ഹെറിഡിറ്ററി ടൈറ്റിൽസ് ആയിരുന്ന മഹാരാജ, രാജ് ബഹദൂർ, റായ് ബഹദൂർ, റായ് സാഹബ്, ദിവാൻ ബഹദൂർ തുടങ്ങിയ കുറെ ടൈറ്റിൽസ് ഉണ്ട്. ഈ പറഞ്ഞ ടൈറ്റിൽസ് എല്ലാം ആർട്ടിക്കിൾ 18 അബോളിഷ് ചെയ്യുന്നുണ്ട്, ബാൻ ചെയ്യുന്നുണ്ട്. കാരണം ഇതെല്ലാം ഈക്വൽ സ്റ്റാറ്റസ് ഓഫ് ഓൾ എന്ന് പറയുന്ന പ്രിൻസിപ്പിളിന് എഗസ്റ്റ് ആണ്. കാരണം ഇങ്ങനെ ഒരു ഹെറിഡിറ്ററി ടൈറ്റിൽ അവർ വെച്ച് കഴിഞ്ഞാൽ അവർ ബാക്കിയുള്ളവരെക്കാളിലും എന്തോ മുകളിലാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് വരുന്നത്. അതില്ലാതാക്കാനാണ് ഇതൊക്കെ ബാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ടൈറ്റിൽസുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, നമ്മൾ ഈ ഭാരത് രത്ന, പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ തുടങ്ങിയവയൊക്കെ ടൈറ്റിൽസ് അല്ലേ എന്നുള്ളത്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ പണ്ട് തൊട്ടേ ഉള്ളത് കൊണ്ട് 1996 സുപ്രീം കോർട്ട് ഇതിന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ചെക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഇതൊക്കെ നാഷണൽ അവാർഡ്സ് ആണല്ലോ. അന്ന് സുപ്രീം കോർട്ട് റൂൾ ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ആർട്ടിക്കിൾ 18 പറയുന്ന ടൈറ്റിൽസിന്റെ അണ്ടറിലല്ല ഈ പറഞ്ഞ നാഷണൽ അവാർഡ്സ് ഒന്നും വരുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾ 18 അനുസരിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇത് വയലേറ്റ് ചെയ്യുന്നില്ല. കാരണം ഇത് അവരുടെ മെറിറ്റിനെ ബേസ് ചെയ്തിട്ട് മാത്രം ലഭിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇതിനെപ്പറ്റി സുപ്രീം കോർട്ട് ഒരു കാര്യം കൂടി അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ അവാർഡീസ് ഒന്നും തന്നെ അവരുടെ നെയിംസിന് സഫിക്സ് ആയിട്ടോ പ്രീഫിക്സ് ആയിട്ടോ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല എന്ന്. അതർവൈസ് അവരെന്ത് ചെയ്യണം, ഈ അവാർഡിനെ അവർ ഫോർഫീറ്റ് ചെയ്യണം. 1954 ഈ പറഞ്ഞ നാഷണൽ അവാർഡുകളൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. പിന്നീട് 1977 മൊറാർജി ദേശായിയുടെ ജനതാ പാർട്ടി ഗവൺമെന്റ് വന്നപ്പോൾ ഇതിനെയൊക്കെ ഡിസ്കണ്ടിന്യൂ ചെയ്തായിരുന്നു. പിന്നെയും 1980 ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് ഇതിനെ റിവൈവ് ചെയ്യുകയായിരുന്നു. ഇത്രയുമാണ് അബോളിഷൻ ഓഫ് ടൈറ്റിൽസിനെ പറ്റി പറയാനുള്ളത്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു ലെക്ചർ ഈ ഒരു ഭാഗം കൊണ്ട് നിർത്തുകയാണ്. ഇനി അടുത്ത റൈറ്റ് ടു ഫ്രീഡം തൊട്ടുള്ളത് നമ്മൾ അടുത്തൊരു ലെക്ചറിൽ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സോ സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടിവേറ്റഡ് ആൻഡ് വർക്ക് ഹാർഡ്. യു ക്യാൻ ഡു ഇറ്റ്.